പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ കേരള യാത്ര എത്തിയിരിക്കുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റേഷന് സമീപമുള്ള ടോപ്പ് ആൻഡ് ടൗണിലാണ്. ഇവിടുത്തെ രാജു എന്ന് പറയുന്ന ഈ ടോപ്പ് ആൻഡ് ടൗണിൻ്റെ എല്ലാമായ അദ്ദേഹത്തെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കുറേ വർഷങ്ങളായി ഈ കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന സ്ഥാപനമാണ്, ഹോട്ടലാണ്. അപ്പോൾ അവിടുത്തെ ഹാളിലാണ് നമ്മുടെ ഇന്നത്തെ പര്യടനം. അപ്പോൾ VPS ലെക്ഷർ പ്രസൻസ് SKN40 തുടരുകയാണ്. പാലക്കാട് ജില്ലയിലെ പര്യടനത്തിൻ്റെ ആദ്യ ദിവസത്തിന്റെ സമാപനം ഇവിടെയാണ് നടക്കുന്നത്. വളരെ സന്തോഷം ചേട്ടാ. ചേട്ടാ, ഓക്കെ, ചേട്ടനെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു നമ്മൾ. ഇത് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറേ ആളുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. 1 മണിക്കൂറായി. അതെ, എനിക്ക് മനസ്സിലായി. ഓക്കെ, സന്തോഷം. ഓക്കെ, വളരെ. അങ്ങയുടെ പേരെന്താ? സതീഷ്. മാമിന്റെ പേര്? പ്രജിനി. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോയാലോ? അപ്പോൾ ചേട്ടന്റെ ജീവിതമൊക്കെ സുഖമായിട്ടിരിക്കുന്നു? നന്നായി പോണു സാർ. സ്ഥാപനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോണു. അപ്പോൾ നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ അറിഞ്ഞല്ലോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു അല്ലേ? ഈ യാത്ര ഒരു കാര്യം ഇപ്പൊ സാറ് പറയണ്ടായിരുന്നു മലമ്പുഴയില്. അതെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം ചെയ്യുന്നത് എന്ന്. വളരെ സന്തോഷം. കണ്ണീരിന് അവസാനം ഉണ്ടാവും. അതെ, അതാണ് നമ്മുടെ മോശം. ഓക്കെ, നിങ്ങളൊക്കെ ലഹരിക്കെതിരാണോ? അപ്പോൾ നമ്മളതൊന്ന് ഉറച്ച് പറയാനും ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടാനുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ സന്തോഷം ഇത്രയധികം ആൾക്കാരെ ഇവിടെ കണ്ടതിൽ. വളരെ സന്തോഷം. അവിടെ ഒരു ചേട്ടനാണ്ടോ കൈ ഇപ്പോഴും പൊക്കി പിടിച്ചിരിക്കുകയാണ്. ആ ഒരു ആർജവമാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് ഏറെ നന്ദി. അപ്പോൾ നമ്മുടെ സ്വന്തം SKN മാധ്യമ പ്രവർത്തന രംഗത്തെ തെളിമയാർന്ന 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് ഒരാവശ്യവുമായി എത്തിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ ലഹരി മുക്തമാക്കണം. എന്റെ കേരളം എന്റെ അഭിമാനമെന്ന് ഓരോരുത്തർക്കും പറയാനാവണം, അല്ലെ ഹാഷ്മി? ഉറപ്പായും. അരുതു ലഹരി, അരുത് അക്രമം എന്ന മുദ്രാവാക്യം ഉയർത്തി നമ്മുടെ യാത്ര 8 ജില്ലകൾ പൂർത്തിയാക്കി 9ാം ജില്ലയിലാണ്, പാലക്കാടിന്റെ മണ്ണിലാണ്. രാവിലെ മുതൽ നമ്മൾ പാലക്കാടിന്റെ വലിയ സ്വീകരണങ്ങൾ, പാലക്കാടിന്റെ വലിയ പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പൊ നമ്മൾ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട SKN ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം SKN, വെൽക്കം. നമസ്കാരം. അപ്പോൾ താങ്ക് യു കാശ്മീർ താജ് ഇബ്രാഹിം ആൻഡ് കൃഷ്ണ ചെറിയാൻ. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ നമുക്ക് ആമുഖമായി പറയാനുള്ളൊരു കാര്യം, മിൽമയുടെ ഒരു പേട ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. കേരളം കണി കണ്ടുണരുന്ന നന്മയെന്നാണ് മിൽമയെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഇത് വിതരണം ചെയ്യുന്ന ഒരു സാങ്കത്യം ഉള്ളത്. അപ്പോൾ ഈ സഹോദരിയുടെ കയ്യിലുണ്ട് അല്ലേ ഈ സാധനം, ഇഷ്ടമുള്ളവർ കഴിക്കാം. നമ്മുടെ മിൽമയാണിത്. ഇതിൻ്റെ ചെയർമാൻ KS മണി നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ആളാണ്. അദ്ദേഹം ഈ യാത്രയ്ക്കൊക്കെ ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട്. താങ്ക് യു മിസ്റ്റർ KS മണി. അപ്പോൾ ഈ പേടയൊക്കെ കഴിച്ച് ഈ കണികണ്ടുള്ള നന്മ നന്നായിട്ടൊന്ന് ആസ്വദിച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ദീപക് മാനേരും വന്നിട്ടുണ്ട്. താങ്ക് യു ദീപക്. അപ്പം മിൽമയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അറിയുന്ന പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു യാത്ര നമ്മൾ നടത്താൻ? പാലക്കാട് ഇപ്പോൾ 40 ഡിഗ്രി ചൂടാണ് കേട്ടോ. നിങ്ങൾക്ക് സന്തോഷിക്കാം. AC മുറിയിൽ നിന്ന് ഞങ്ങളെ ചാടിച്ച് വെളിയിലിറക്കി നല്ല ചൂട് കൊണ്ട് കരുവാളിച്ച് ഒരു പരിവായി നമ്മൾ ഈ യാത്രയുടെ അവസാനം കാസർഗോഡ് എത്തി. ഈ മാസം 20ാം തീയതി 1 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം കോഴിക്കോട് ബീച്ചിൽ നടക്കും. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കും അവസാനത്തെ രാസലഹരിക്കാരനും MDMA കുഴപ്പക്കാരനുമൊക്കെ കേരളം വിട്ടു പോകണം, നിങ്ങൾക്ക് പറ്റിയ മണ്ണല്ല കേരളം എന്ന് നമ്മൾ വിളിച്ചു പറയും. കാര്യം അന്തർദേശീയ നെറ്റ്വർക്കുള്ള കക്ഷികളാണ് ഇത്തരം മാഫിയ സംഘങ്ങൾ, നിങ്ങൾക്കറിയാം. അപ്പോൾ അവരുടെ ഈ ശൃംഖലയെ നമുക്കൊന്ന് ഭയപ്പെടുത്തണമെങ്കിൽ അത്രയും കൂടുതൽ ആൾക്കാർ കോഴിക്കോട് സംഘടിക്കണം. ഇതിപ്പോൾ ഓരോ വീട്ടച്ഛൻ്റെയും വീട്ടമ്മയുടെയും കർത്തവ്യവും കടമയുമാണ്. നമ്മുടെ കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഇപ്പോൾ രാസലഹരിയിൽ നിന്ന് മുക്തമല്ല. ഇന്ന് ഞങ്ങൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയി. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ പോലീസ് സ്റ്റേഷൻ. നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. സാധാരണ ഇടിമുറിയുള്ള പോലീസ് സ്റ്റേഷൻ എന്നൊക്കെയായിരുന്നല്ലോ പണ്ട് കേട്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ധർമ്മവും നീതിയും വിളയുന്ന, ജനങ്ങൾക്ക് നീതി നടപ്പാക്കി കൊടുക്കുന്ന പോലീസ് സ്റ്റേഷൻ കേരളത്തിലുണ്ട്, അത് ആലത്തൂരിലുണ്ട് എന്നുള്ള ഒരു കെട്ടറിവ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് 3 പേരും കൂടി ആലത്തൂർ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോയത്. വലിയ സ്വീകരണമായിരുന്നു അവിടെ. കാരണം അവരാണല്ലോ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരെ പിടിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു കാര്യം പറഞ്ഞു. അതായത് ഞങ്ങൾ കണ്ടത് ഈ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കണ്ടത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി MDMA പോലുള്ളൊരു ലഹരിക്ക് അടിമയായതാണ്.
എന്നാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കണ്ടുവെന്ന് അദ്ദേഹം ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 9 വയസ്സുള്ള ഒരു കുട്ടി ഇത്തരം രാസലഹരിക്ക് അടിമയാകുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ നിങ്ങളിൽ ചില ആൾക്കാർ വിചാരിക്കും ഈ രാസലഹരി അഥവാ ഇപ്പോൾ ഇത്തിരി രസത്തിന് വേണ്ടി അങ്ങോട്ട് ഉള്ളിലോട്ട് ചെന്നാൽ എന്താ കുഴപ്പം? ഇത് വലിയ അപകടം പിടിച്ചൊരു സാധനമാണ്. പഞ്ചസാരയുടെ തരി പോലെ വെളുത്തിരിക്കുന്നൊരു സാധനമാണ്. അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന രാസപരിണാമം വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അതിന് ഉദാഹരണമായി എടുക്കാവുന്ന ഈ അടുത്തിടെ വന്ന വാർത്തയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു MDMA വിൽപ്പനക്കാരൻ നമ്മുടെ പോലീസുകാരെ കണ്ട് പേടിച്ച് അവർ ഈ MDMAയുടെ കവറ് വിഴുങ്ങി. ആ കവറ് വിഴുങ്ങിയപ്പോൾ ആ കവർ ആമാശയത്തിലെത്തിയപ്പോൾ ആമാശയം പറഞ്ഞിടാ മോനെ, ഈ ആമാശയം കർത്താവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേറെ പരിപാടിക്കാ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത സാധനമൊക്കെ എടുത്ത് എൻ്റെ വയറ്റിലോട്ട് ഇടുന്നത് എന്ന് ആമാശയം ചോദിച്ചു. അവിടെ കിടന്ന് ഈ കവറ് പൊട്ടി ഇയാൾ മരിച്ചുപോയി. അപ്പോൾ ഒരു MDMAയുടെ കവർ വിഴുങ്ങിയാൽ ആമാശയത്തിൽ കിടന്നത് പൊട്ടി ആൾ മരിച്ചു പോകുമെന്ന് പറയുന്ന അവസ്ഥയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ലഹരിയുടെ വേറൊരു പ്രത്യേകത, ഇത് ഒരു 4, 5, 6 തവണ കഴിച്ചു കഴിയുമ്പോൾ ഇതാരും കഴിക്കരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റായി മാറും. അഡിക്റ്റായി മാറിയാൽ പിന്നെ എന്താ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു മറുപടി ഉള്ളത്, പിന്നീട് ഒരു മനോരോഗിയെക്കാളും മോശമായിട്ട് അയാൾ പെരുമാറും. ഒരു മനോനില തെറ്റിയ ആൾ എന്തൊക്കെ രീതിയിൽ പെരുമാറുമോ അക്രമവാസന വളരെ കൂടും. സാധാരണ മനോരോഗികളിൽ ഈ ഹോമിസൈഡൽ മാനിയ പോലെയുള്ള കൊലപാതക പ്രണയമുള്ള മനോരോഗികൾക്കുണ്ടാകുന്നതിനേക്കാളും അപകടം പിടിച്ച രീതിയിൽ കൊലക്കത്തി കയ്യിലെടുക്കുവാനും യാതൊരു പരിചയവുമില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കണ്ണുമ്പിൽ നിൽക്കുന്ന ആളിൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റാനുമൊക്കെ അവർ തയ്യാറാകും. മാത്രമല്ല, ഇത്തരം രാസലഹരി കഴിച്ച പല ആളുകളും സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കാം. നിങ്ങൾക്കറിയാം, നൊന്ത് പ്രസവിച്ച ഒരു അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, അത് അമ്മയാണ്. അമ്മയെന്ന് പറയുന്ന ഈ വിശുദ്ധയായ കഥാപാത്രത്തിൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റാൻ ഒരു മകൻ തയ്യാറാകുമെങ്കിൽ അത് MDMA എന്ന ലഹരിയുടെ ആ പാഷാണത്തിന് മാത്രമേ ഒരാളെ പ്രേരിപ്പിക്കാൻ കഴിയൂ എന്നാണ് നമ്മുടെ വിശ്വാസം. ഇന്നിപ്പോൾ പല വീടുകളിലെ അമ്മമാർക്ക് പേടിയാണ് കിടന്നുറങ്ങാൻ. തൊട്ടപ്പുറത്തെ മുറിയിൽ ചെറുതായെങ്കിലും ഇത്തരം രാസലഹരി ഉപയോഗിക്കുന്ന മകനിരിപ്പുണ്ടെങ്കിൽ പാതിരായ്ക്ക് വാതിലും ചവിട്ടി തള്ളി തുറന്ന് ഇവൻ വന്നു കയറുമോ കൊലക്കത്തിയുമായി എന്ന് ഭയപ്പെടുന്ന അമ്മമാരെ തന്നെ മറ്റൊരു സ്ത്രീയായി കാണാൻ കഴിയുന്ന മക്കൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാർക്ക് സാരി ഉടുത്ത് സ്കൂളിൽ ക്ലാസ് മുറിയിൽ നിന്നാൽ വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്ന കുട്ടികൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അപകടം പിടിച്ച ചിന്താഗതിയാണ്. കേരളത്തിൽ അമ്മയും മകനും തമ്മിലുള്ള വിശുദ്ധമായ ഒരു താമര നൂൽ ബന്ധമുണ്ട്. അപ്പോൾ പൊക്കൽക്കുടിയിൽ നിന്ന് ബഹിർഗമിക്കുന്ന ആ താമര നൂലിൻ്റെ ബന്ധം ഇന്ന് പൊട്ടിച്ചെറിയുകയാണ് പുതിയ തലമുറയിലെ പല കുട്ടികളും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിച്ച് കളയരുത്, എൻ്റെ കുട്ടി ഇങ്ങനെയുള്ള സാധനമൊന്നും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് എനിക്കൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കേണ്ട. കാരണം നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ പൊതുനിരത്തിലോ ഈ MDMA കഴിച്ചോ അക്രമക്കാരി എതിരെ വന്നെന്ന് വരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി, ചിലപ്പോൾ അവന് പ്രകോപനമായെങ്കിൽ അവൻ കത്തിയെടുത്ത് നിങ്ങളെ കുത്തിയെന്ന് വരും. അപ്പം നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ സ്വൈര ജീവിതം അപകടത്തിലാക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. നമ്മൾ താമസിച്ചു പോയി, ഈ കാര്യങ്ങളിലൊക്കെ ഒരു തിരിച്ചറിവ് നടത്താൻ താമസിച്ചു പോയി. ഞങ്ങൾക്ക് പോലും ഇത് മനസ്സിലായത് വളരെ വൈകിട്ടാണ്. ഞങ്ങൾ ഈ യാത്ര തുടങ്ങുമ്പോൾ തലസ്ഥാന നഗരിയിൽ നിന്ന് 150-ലധികം അമ്മമാരാണ് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. നിങ്ങൾക്കറിയാം, റാഗിങ് മൂലം ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കപ്പെട്ട് മരിച്ചുപോയ സിദ്ധാർത്ഥൻ്റെ അമ്മയൊക്കെ തന്നെ ഈ ഫ്ലാഗ് ഓഫ് ചെയ്യാനുണ്ടായിരുന്നു. ആ അമ്മയുടെ കണ്ണീരിനൊക്കെ എന്തെങ്കിലും അവസാനമുണ്ടോ? ഈ മകൻ പഠിച്ചു വലിയവനായി വാർദ്ധക്യകാലത്ത് തങ്ങൾക്കൊരു ഊന്നുവടിയാകും എന്ന് കരുതിയ മകനെയാണ് ഈ കാപാലികന്മാർ കൊലപ്പെടുത്തി കളഞ്ഞത് റാഗിങ്ങിൻ്റെ പേരിൽ. നമ്മുടെ നാട്ടിൽ റാഗിങ് എന്ന് പറയുന്ന സാധനം എന്നേക്കുമായി ഇല്ലാതായി എന്ന് വിശ്വസിച്ച് നമുക്ക് ഈ വാർത്ത തന്ന ദുഃഖം ചില്ലറയല്ല. അപ്പോൾ ഈ അണപൊട്ടി ഒഴുകുന്ന ഈ അമ്മയുടെ കണ്ണുനീര് ഒരിക്കലും ഇനി ശാന്തമാക്കാൻ പോകുന്നില്ല. അമ്മയൊക്കെയാണ് തിരികൊളുത്തിയത്. ഇതുപോലെ മക്കൾ നഷ്ടപ്പെട്ടു പോയ അമ്മ, നിങ്ങൾക്കറിയുന്ന പോലെ പെറ്റ കുഞ്ഞിന് ശവം മടിയിൽ വെച്ച് കരയുന്ന പെറ്റമ്മ തൻ കണ്ണുനീരാണ് ഞാൻ എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. കാരണം അവരമ്മ ജീവിച്ചിരിക്കെ മകൻ്റെ ശവം മടിയിൽ വെച്ച് കരയുന്നൊരു അമ്മയുടെ കണ്ണുനീരിൻ്റെ ചൂട്, ആ കണ്ണീരിൻ്റെ ചൂടാണ് നമ്മൾ അറിയേണ്ടത്. ആ ചുടു കണ്ണീർ ഈ മണ്ണിൽ പതിച്ചാൽ ഈ മണ്ണ് ചുട്ടുപൊള്ളും. ഭൂമിദേവിക്ക് പോലും അത് താങ്ങാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ആശങ്കപ്പെടുന്ന അമ്മമാരുടെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്.
അപ്പോൾ ഈ അമ്മമാർക്ക് ഇപ്പം ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ പോലും രാസലഹരി കടത്തി ചെന്നിട്ടില്ലാത്ത സ്ഥലമില്ല. കേരളത്തിലെ ഈ ഓണംകേറ മൂലകളിൽ പോലും MDMA എന്ന് പറഞ്ഞാൽ അവർക്കറിയാം, കൊക്കൈൻ എന്ന് പറഞ്ഞാൽ അറിയാം, ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ അറിയാം. പാലക്കാട് പോലെയല്ല, നമ്മൾ നഗരോരങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും പോകുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമില്ലാതെയാകുന്നു. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അമ്മമാർക്ക് ആശങ്കയുടെ കണ്ണുനീരും ഉത്കണ്ഠയാണ്. അവർ തിരിച്ചു വരുന്നവരെ എൻ്റെ മകനൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന പ്രശ്നമുണ്ട്. മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 600 കേസുകൾ പോലീസ് എടുത്തിട്ടുണ്ട്. അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിൽ തന്നെ 15%-ലധികം, ഏതാണ്ട് 17%-ഓളം പെൺകുട്ടികളുമുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ എന്നാണ് ഈ വഴി തെറ്റിയത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. ഒരു രസത്തിന് വേണ്ടി ആദ്യം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂൾ വരാന്തയിൽ നിന്ന് കൂളെന്നൊക്കെ പറഞ്ഞൊരു മിഠായി കൊടുക്കുന്നു, മോളിത് കഴിച്ചോളാൻ പറയുന്നു. ഒരു കൗതുകത്തിന് പേരിൽ മോളത് കഴിക്കുന്നു. അതിൽ ലഹരി പദാർത്ഥം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊരു അഡിക്ഷനായി മാറുന്നു. പിന്നീട് ഈ തന്നവനെ അന്വേഷിച്ച് ഈ കുട്ടി പോകുന്നു. ഈ കുട്ടി അവസാനം കാരിയറായി മാറുന്നു. അധ്യാപകൻ്റെയും വിദ്യാർത്ഥികളുടെയും അതേപോലെ വീട്ടുകാരുടെയും കണ്ണ് വെട്ടിച്ച് ഈ ലഹരി മരുന്ന് നാട്ടിൽ വിതരണം ചെയ്യുന്ന ഒരു വാഹകയായി ഈ പെൺകുട്ടി മാറുന്നു. നമുക്കെല്ലാവരും അങ്ങനെയാണെന്നല്ല, കാരണം ഇത് അതിവേഗം പടരുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അക്രമവാസന പെരുകുന്നു. നിങ്ങൾക്കറിയുമെന്നറിയില്ല, രാവിലെ 7 മണിക്ക് നിങ്ങൾ എൻ്റെ മോർണിംഗ് ഷോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ മോർണിംഗ് ഷോയിലൊക്കെ തന്നെ ഒരു കൊലപാതകവും ഇന്ന് വായിക്കേണ്ടി വരല്ലേ എന്ന് കരുതിയാണ് നമ്മൾ കുളിച്ച് പോൺസ് പൗഡറൊക്കെ ഇട്ട് സൂപ്പറായിട്ട് പുട്ടിയൊക്കെ ഇട്ട് വരുന്നത്. വന്നങ്ങോട്ട് നിന്ന് കഴിയുമ്പം ആദ്യത്തെ കൊലപാതകം വന്നു, ഇതുകൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ കൊലപാതകം വരുന്നു. ഒരു ദിവസം വായിച്ച് 14 കൊലപാതകങ്ങൾ എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ നാട്ടിന് എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാത്ത എന്തോ കേരളത്തിൻ്റെ മനസാക്ഷിയിലുണ്ടോ? ഞാനിപ്പോൾ ഈ യാത്രയ്ക്കിടയിലൂടെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, കേരളത്തെ ഞാൻ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വാർദ്ധക്യകാലത്ത് 65 വയസ്സ് കഴിഞ്ഞു കേട്ടോ. ഈ വാർദ്ധക്യകാലത്ത് എന്താണ് കേരളത്തിന് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഞാനൊരു പുനരാലോചന നടത്തുന്നു. ചേട്ടാ, എൻ്റെ ക്യാമറ മറക്കല്ലേ ചേട്ടാ, ഇങ്ങോട്ട് മറു. ചേട്ടൻ്റെ പേരെന്താ? സൂപ്പർ. ചേട്ടന് ഇനി ഇങ്ങനെ എവിടെയെങ്കിലും ക്യാമറയുടെ മുന്നിൽ പോയിരിക്കണം, അവർ നോക്കുള്ളൂ. പണ്ട് ഒരു അപ്പൂപ്പൻ എങ്ങനെയായിരുന്നു കേട്ടോ. ഒരു അപ്പൂപ്പൻ വഴിയെ നടന്നു പോകുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ കയറി, എടാ തണ്ടി എന്ന് വിളിച്ച അപ്പൂപ്പനെ. അപ്പോൾ 5 രൂപ എടുത്ത് കൈ കൊടുത്തു. ഉടനെ അതിന് അടുത്തുനിന്ന് ഒരാൾ ചോദിച്ചു, അപ്പോൾ എന്നെ വിലയാണ് കാണിച്ചു. അവൻ ചീത്ത വിളിച്ചപ്പം 5 രൂപ കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞ് 10 രൂപ കിട്ടാൻ വേണ്ടി അവൻ ഇതിലും വലിയ ചീത്ത ആരെങ്കിലും വിളിച്ചോളൂ, എന്നാൽ അവരെ അടിച്ച് പൊട്ടിച്ച് റെഡി ആയിക്കോളൂ, കവളത്ത് അടിച്ച് പറ്റി. അതുപോലെ ഞാൻ ചേട്ടാ ഇനിയും വെള്ളം കൊടുക്കാൻ ഇറങ്ങോളൂ ചേട്ടാ, താങ്ക് യു. അപ്പോൾ നമ്മൾ പറയാൻ വന്നത്, ഈ നാട്ടിലെ ഏറ്റവും അപകടകരമായൊരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് കേരളത്തിലെ നമ്മൾ ആദ്യം യഥാർത്ഥത്തിൽ ചെറിയ രീതിയിലൊക്കെ കേരളത്തിൽ ഇതുണ്ട് എന്ന് മാത്രമേ മനസ്സിലാക്കിയിരുന്നുള്ളൂ. എന്നാൽ കേരളത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ കേരളത്തിലേക്ക് ഈ ലഹരി ഒഴുക്കുന്ന ആളുകൾ മലയാളികളാണ് കൂടുതലും, അല്ലാതെ മറ്റ് സംസ്ഥാനക്കാരെ അതിഥി തൊഴിലാളികളായി എത്തിയ കുറച്ച് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതൊഴിച്ചാൽ കൂടുതലും മലയാളികളാണ്. അവർ ബംഗളൂരു പോലെയുള്ള നഗരങ്ങളിൽ പോയി പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി ഈ ലഹരി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. കുസൃതി നിറഞ്ഞ വഴികളിലൂടെ, സൂത്രപ്പണിയിലൂടെ നമ്മുടെ സ്കൂൾ വരാന്തകളിലും പെൺകുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളുടെ വരാന്തകളിലും കോളേജുകളിലും അതിൻ്റെ വരാന്തകളിലും ഒക്കെ വേറൊരു ലോകത്ത് നിങ്ങളെ എത്തിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് ഈ സാധനം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇതിൻ്റെ പേരിപ്പോൾ എക്സസി എന്നാണ് വിളിക്കുന്നത്. ക്യാമ്പസുകളിൽ ഇതിൻ്റെ പേര് എക്സസി, ഹർഷോന്മാദം എന്ന് നമ്മൾ മലയാളീകരിക്കും. ഉന്മാദാവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കുക. നിങ്ങൾ ആലോചിക്കുക, എന്തെല്ലാം പ്രതീക്ഷകളോടെ. ഇത് ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഈ അലംഭാവം കാണിച്ച മാതാപിതാക്കൾക്കുള്ളൊരു തിരിച്ചടിയാണ് ഈ വ്യാപനമെന്ന് ഞാൻ പറയും. കാരണം കുട്ടികളെ സ്കൂളിലേക്ക് പ്രവേശനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പോലും ഈ സ്കൂൾ കടലെടുത്തോന്നറിയാൻ പോലും നമ്മൾ അന്വേഷിച്ച് പോകില്ല. മാത്രമല്ല, കുട്ടി ജയിച്ചോ തോറ്റോ എന്ന് വാട്സപ്പിൽ അറിയിക്കാൻ തുടങ്ങിയതോടെ ആ വഴിക്ക് പോകില്ല. ക്ലാസ്സിലെ പ്രധാന അധ്യാപിക വഴിയിലെണ്ണം വെച്ച് കണ്ടു കഴിഞ്ഞാൽ പരിചയപ്പെട്ടാലും പറയും, എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ വഴി നോക്കുന്ന ടീച്ചറെ അപമാനിച്ച് വിട്ടുകളയും. നമ്മൾ അധ്യാപകരെ എന്ന് ചെറുതായി കാണാൻ തുടങ്ങിയോ, നമ്മുടെ നാശം അവിടെ നിന്നാണ് തുടങ്ങിയത്. കാരണം അധ്യാപകർക്ക് ചങ്കുറപ്പില്ല. ഒരു കുട്ടിക്കെതിരെ ചൂരലെടുക്കാനോ ആ കുട്ടിയുടെ ചെവിക്കൊന്ന് പിടിച്ച് തിരിക്കാനോ, നീ എന്തിനാടാ ഇത് കാണിച്ചതെന്ന് വളരെ ശാസനയോടെ ചോദിക്കാനോ ഒരു അധ്യാപകന് കഴിയാത്ത സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു. ഈ അടുത്തിടെ കേരള ഹൈക്കോടതി ഒരു വിധി വന്നു. അധ്യാപകൻ ചൂരലെടുക്കാനാണ് പറഞ്ഞത്. അമ്മമാരെ ചൂരലെടുക്കണമെന്ന് ഞാൻ പറഞ്ഞതുപോലെ കേരള ഹൈക്കോടതി വളരെ ചരിത്രപ്രധാനമായ ഒരു വിധിയിലൂടെ ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു, ആരെങ്കിലും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു അധ്യാപകനെതിരായിട്ടൊരു കേസ് എഴുതി കൊടുത്താൽ ഉടനെ പോലീസുകാർ കയറി കേസെടുക്കരുത്, അന്വേഷിക്കണം.
കേസിൽ വാസ്തവമുണ്ട്, മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാവൂ. മാത്രമല്ല അധ്യാപകനെതിരെ അനാവശ്യമായ പ്രോസിക്യൂഷൻ ഇട്ട് അധ്യാപകരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല ഈ അടുത്ത കാലം വന്ന ചരിത്രപരമായ വിധിയാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പുറപ്പെടുവിച്ചത് കേരള ഹൈക്കോടതിയിൽ. നമുക്ക് മാത്രമല്ല അധ്യാപകർ പേടിയാണ്. കാര്യം അധ്യാപകർക്ക് മാത്രമേ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റം പെട്ടെന്ന് മനസ്സിലാകൂ. അവർ ചൂറിൽ കയ്യിലെടുത്താൽ അതിന് അർത്ഥമുണ്ട്, അവർ ശാസിച്ചാൽ അതിനൊരർത്ഥമുണ്ട്. ഒരിക്കലും നിതാന്ത ശത്രുവായി ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ കാണില്ല എന്ന തിരിച്ചറിവ് ഹൈക്കോടതിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഹൈക്കോടതിയെ വിധി പുറപ്പെടുവിച്ചത്. നമ്മൾ ഒരിക്കലും കുട്ടികളെ ഒരു 2 തല്ല് കൊടുത്തു അല്ലെങ്കിൽ ചെവിക്ക് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അധ്യാപകനെതിരെ കേസ് കൊടുക്കാനും FIR ഇടിക്കാനും സ്കൂൾ വരാന്തയിലും പോലീസ് സ്റ്റേഷനിലും പോകരുത് ദയവ് ചെയ്ത്. നമ്മളങ്ങനെ പോകാൻ തുടങ്ങിയെടുത്തുനിന്നാണ് എങ്ങനെയോ ആയിക്കോട്ടെ ഇതൊക്കെ തൊലഞ്ഞു പോക്കോട്ടെ എന്നുള്ള രീതിയിൽ അധ്യാപകർ മാറി നിൽക്കാൻ തുടങ്ങിയത്. അധ്യാപകർ മാറി നിന്നാൽ ഈ തലമുറ നശിച്ചു പോകും. ചെറിയ കാര്യമല്ലത്. ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും അധപതനങ്ങളും ആദ്യം തിരിച്ചറിയുന്നത് അധ്യാപകനാണ്. അധ്യാപകൻ്റെ ജോലി ഒരു ജോലിയല്ല, ഒരു എംപ്ലോയ്മെൻ്റ് അല്ലത്. അതൊരു സർവീസാണ്, സേവനമാണ്. അവർക്ക് കൊടുക്കുന്ന ശമ്പളമോ അവരുടെ സർവീസ് കരിയറോ അല്ല പ്രശ്നം, അതൊരു സേവനമാണ്. അധ്യാപകർക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്ന വലിയ പാപമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാനും കുറച്ചു കാലം അധ്യാപകനായിരുന്നു. അതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം അധ്യാപകൻ ഒരിക്കലും ഒരു കുട്ടിയെ കാണുന്നത് വേറൊരു തലത്തിൽ നിന്നാണ്. അത് രക്ഷകർത്താവിന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ചധികം കാലമായി എന്നെയൊക്കെ അധ്യാപകൻ പൊതുവെ തല്ലിയിട്ടുണ്ട്. ഞാനതൊന്നും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല, കാര്യം ബാക്കി അവിടെ നിന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഞങ്ങളുടെ നാട്ടിലൊരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ എൻ്റെ റൂമിൽ ഞാൻ താമസിച്ച ഒരാളെ ഇറക്കി വിട്ടപ്പോൾ ആ ടീച്ചറോട് എന്ന് പറഞ്ഞു, എന്നെ ഇന്നാരെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും നത്തയിലടി കാണിച്ചു കാണും എന്ന് ഉടനെ തന്നെ ഇയാളുടെ അമ്മ പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ഹൈക്കോടതി വിധി കൊണ്ട് അധ്യാപകർ അവസരത്തിന് തുയരണം. നമ്മുടെ ഇവിടെ അധ്യാപകർ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കയ്യിലൊരു വലിയ അധികാരത്തിൻ്റെ വടി തന്നിരിക്കുകയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി. ഈ വടിയുടെ ഒരു സാങ്കത്യം, ഈ വടിയുടെ ഒരു കാലാവസ്ഥ നിങ്ങൾ എൻജോയ് ചെയ്യണം. കേരളത്തിലെ കുട്ടികളെ നേരെ നടത്താനുള്ള വടിയാണ് ഹൈക്കോടതി നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അനാവശ്യമായി പ്രോസിക്യൂഷൻ ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും കേസ് കിട്ടിയാൽ ഉടൻ FIR ഇടരുത്, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കേസെടുക്കരുത്, BNSൻ്റെ പേരിൽ അന്വേഷണം നടത്തിയിട്ടേ കേസെടുക്കാവൂ. ഇതെല്ലാം കോടതി അധ്യാപകർക്ക് അനുകൂലമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അധ്യാപകർ അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ അമ്മമാർക്കും കേരളത്തിലെ രക്ഷകർത്താക്കൾക്കും സന്തോഷമായി സമാധാനമായി ഇവിടെ ജീവിക്കാൻ പറ്റുന്ന കാലാവസ്ഥ ഉണ്ടാകണം. നിങ്ങൾക്കറിയുമോയെന്നറിയില്ല, ഏതെങ്കിലും വിദേശ നാടുകളിലിരുന്ന് അവൻ്റെ അമ്പരചുംബികളായ സൗധങ്ങൾ കെട്ടിപ്പൊക്കാനും അവൻ്റെ ബാങ്ക് ബാലൻസിൽ ഒരുപാട് പൂജ്യങ്ങൾ ഇങ്ങനെ കൂട്ടാനും വേണ്ടി അവനുണ്ടാക്കുന്ന ഒരു ചക്രവ്യൂഹത്തിൽ മലയാളികളും പെട്ടുപോയിരിക്കുന്നു. നമുക്ക് കൊറിയർ വഴി, ട്രെയിൻ വഴി, ബസ് സ്റ്റേഷൻസ് വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കേരള പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇപ്പോൾ തന്നെ അവരുടെ ഷാഡോ പോലീസിങ്ങിലൂടെയൊക്കെ തന്നെ അവർ ഇപ്പോൾ ഒരുപാട് പരിശോധനകൾ നടത്തുന്നുണ്ട്. റെയ്ഡ് അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് എവിടെയെല്ലാം സ്ഥലങ്ങളിലാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹോസ്റ്റൽ മുറികളിൽ 2 കിലോ കഞ്ചാവ് പിടിക്കുന്നു. അവർ അറിയുന്നു അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അവർ കഞ്ചാവ് വലിക്കുന്നവരല്ല, അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. പല തിരുവനന്തപുരത്ത് പാളയം ഹോസ്റ്റലിൽ കഞ്ചാവ് പിടിച്ചു. അപ്പോൾ ഇനിയും ഹോസ്റ്റൽ മുറികളിലേക്ക് പോയാൽ ഞാൻ ഒരു കാര്യം പറയാം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു MDMA-കാരനോ ഒരു രാസലഹരിക്കാരനോ കുടിയിരിപ്പുണ്ടെങ്കിൽ അവിടേക്ക് എക്സൈസ് കടന്നു ചെന്ന് റെയ്ഡ് നടത്തിയാൽ ആ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ തകർന്നു പോകും. അതുകൊണ്ട് സ്ഥാപനം നടത്തുന്ന ആൾക്ക് നമ്മുടെ രാജ്ചേട്ടൻ്റെ സ്ഥാപനം ഉൾപ്പെടെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരാൾ മതി രാജ്ചേട്ടന് 10-30 കൊല്ലക്കാലം അധ്വാനിച്ച് കെട്ടി നല്ല ഒന്നാന്തരം ഇഡ്ഡലിയൊക്കെ ആൾക്കാർക്ക് കൊടുത്ത് നല്ല ദോശയൊക്കെ കൊടുത്ത് ഇത്രയും പ്രശസ്തി ഉണ്ടാക്കിയതെല്ലാം ആ പ്രശസ്തി മുഴുവൻ കടപുഴകി വീഴും. ചേട്ടൻ ശ്രദ്ധിച്ചോളൂ. ചേട്ടനെ ഇന്നിപ്പോൾ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ നമുക്കുണ്ടായൊരു തോന്നലാണ് അത്. ഈ എത്ര കാലം ചേട്ടൻ്റെ പ്രശസ്തി നിൽക്കുമെന്നുള്ളൊരു വിഷമം വന്നപ്പോൾ പറഞ്ഞു പോയതാണ്. പക്ഷേ നമ്മൾ മുൻകരുതലുകൾ വേണം, എല്ലാ രീതിയിലുള്ള കരുതലുകളും നമ്മൾ എടുക്കണം. രാജ്ചേട്ടൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ പാലക്കാട് നിങ്ങൾ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവനും. കാരണം നമുക്കൊരിക്കലും നമ്മളൊരു കാലത്ത് ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഇപ്പോഴും നമുക്ക് ആത്മവിശ്വാസം കൈവിടേണ്ട കാര്യമില്ല. ഒന്നിച്ച് നിന്നാൽ നമ്മൾക്കിതിനകത്ത് തടയിടാൻ പറ്റും. കോവിഡ് നമ്മൾ കടന്നുപോയവരല്ലേ. 20 മാസക്കാലം ഈ കൊറോണ എന്ന കൃമികീടം നമ്മളെ തകർത്ത് വിട്ടില്ലേ. പക്ഷേ ആ കൃമികീടത്തെ നമ്മൾ ആട്ടിപ്പായിച്ചു. മലയാളി സംഘബോധം കൊണ്ട് മാത്രമാണ് കൊറോണയെ തകർത്തെറിഞ്ഞത്. പ്രളയം വന്നില്ലേ, എത്ര വീടുകൾ തകർന്നുപോയി, എത്ര ആളുകൾ മരിച്ചുപോയി. നമ്മുടെ മേളിൽ കൂടെ വെള്ളം കടന്നു പോയില്ലേ, ആകാശം മുട്ടെ വെള്ളം പൊങ്ങിയില്ലേ, എന്നിട്ടും നമ്മൾ അതിനെ അതിജീവിച്ചില്ലേ. അത് സംഘബലം കൊണ്ട് മാത്രമാണ്. മലയാളിയുടെ ഒരു അപകടം ഞാനത് മനസ്സിലാക്കി. പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും അളിയാ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ അടുത്ത് കൂടി, അവിടെ അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലടാ, അവിടെ കൊണ്ട് കൊടുക്കണം, ഭയങ്കര സ്നേഹമായിരുന്നു. പ്രളയം ഇറങ്ങിപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവനെതിരെ ഒരു കേസ് കൊടുത്താലോ.
അത് മലയാളി പെട്ടെന്ന് മാറി. കുറച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പോൾ ചേട്ടാ അളിയാ വാടാ കോവിഡ് വന്നടാ പിന്നെയായി. ഇനി എന്തെങ്കിലും ഒരു സംഭവം, നമ്മുടെ ഈ ഡോക്ടർ VP ഗംഗാധരൻ അറിയപ്പെട്ടൊരു ഓങ്കോളജിസ്റ്റാണ്, നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗ വിദഗ്ധനാണ്. അദ്ദേഹം ഈ അടുത്തിടെ പറഞ്ഞൊരു പ്രസ്താവന കേട്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി, നടുങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? മലയാളിക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും ക്യാൻസർ വരുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്നറിയോ? ഈ ക്യാൻസർ വന്നു കഴിയുമ്പോൾ പിന്നെ ജീവിതത്തിൽ പണം ഉണ്ടാക്കണമെന്ന് താല്പര്യമില്ല. അയൽവാസി കിട്ടുന്നല്ല അമ്മണ്ടൻ പാര വെച്ച് കൊടുക്കണമെന്ന് ഇതില്ല. നമ്മളെ അയലത്ത് ഒരാൾ 2 നിലയ്ക്കൊരു വീട് വെച്ചാൽ നമുക്ക് ഉറക്കമില്ല. അയാൾക്ക് എങ്ങനെ ഇത്രയും കാശ്? നമ്മളിടത്ത് ആലോചിക്കുക. അവൻ ബാങ്ക് ലോൺ എടുത്ത് പാവം 15% പലിശയ്ക്ക് ലോൺ എടുത്ത് വീട് വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കിടന്ന് പായ ഒട്ടി കയറിക്കൊണ്ടിരിക്കുക. എന്നാലും അവൻ ഇത്രയും പൈസ എങ്ങനെ ഉണ്ടായി? അതാണ് പ്രശ്നം. അവൻ കുറച്ച് പൈസയൊക്കെ അവൻ നശിച്ചു കിടക്കുമായിരുന്നേ സന്തോഷമായിട്ട് നമ്മൾ കവന്ന് കിടന്ന് ഉറങ്ങിയേനെ. അവൻ നശിച്ചല്ലോ. അവൻ മലയാളി എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് സമയം കളയുന്നത്? അവൻ്റെ പാട് നോക്കിപ്പോട്ടെ, അവൻ 4 നിലയ്ക്ക് വീട് വെച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പം നമ്മൾ അതേസമയം അപകടം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതെല്ലാം മറക്കും. നമുക്കൊരു സംഘബോധം വരും, ഒരു സംഘബലം വരും. തൊട്ട അയൽവാസിയാണെങ്കിലും നമ്മൾ ഒരുപാട് സഹായിക്കാൻ തരും. നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ആ സംഘബലം കാണിക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങളെ കോവിഡ് കാലത്ത് അടച്ചിട്ട വാതിലില്ല, ജനാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുറന്നിട്ടുള്ളൂ. മതിൽ ഉയർത്തി കെട്ടിക്കാണും കോവിഡ് കഴിഞ്ഞപ്പോൾ, അതൊക്കെ വേണമെന്ന് ഇടിച്ച് കളഞ്ഞോളൂ. കാര്യം ആ ജനാലയൊക്കെ തുറന്നിട്ട് കാറ്റ് കയറട്ടെ. കുറച്ചു നേരം കാറ്റ് കറക്കി അയലത്തെ വീട്ടിൽ ലക്ഷ്മി എടുത്തേ എന്ന് പറഞ്ഞൊരു വിളിയൊക്കെ വിളിക്കുക. ഞാൻ പറയുന്നത് അതൊക്കെ വേണം. കാര്യം എന്താ പറയുക, അയലത്തെ ഊരല്ല ചോറ് കളയരുതെന്ന് പറയുന്ന പോലെ നമുക്ക് ഏറ്റവും അവസാനം നട്ടപ്പാതിരേക്ക് അവസാനം ഊർത്തനെടുക്കുമ്പം ഈ ചാക്കാല വരുന്നെന്ന് മനസ്സിലാവും. വിളിക്കാൻ അയലത്തെ ആൾക്കാർ മാത്രമേ കാണൂ. അയലത്ത് ഒരിക്കലും ഒരു ശത്രുവിനെ വളർത്തരുത്, മണ്ടത്തരവാ. ഒരു അപകടം വരും. ഈ MDMA എങ്ങാനും കഴിച്ചിട്ട് ഒരുത്തൻ കൊലക്കത്തിയുമായിട്ട് വീട്ടിലോട്ട് കയറി വന്നാലേ വാതിൽ കെട്ടിയേക്കുന്ന പട്ടി വരുന്നില്ലല്ലോ കൊലക്കത്തിക്കാരനെ ആട്ടി ഓടിക്കാൻ. അയലത്തെ ആൾ മാത്രമേ കാണൂ. അപ്പം നിങ്ങൾ ഒരിക്കലും അയലത്തുകാരനെ വെറുപ്പിക്കരുത്. നമുക്ക് അയലത്തുകാരൻ്റെ ആവശ്യം ഇപ്പോഴുണ്ട്. ഞാൻ നീട്ടുന്നില്ല. ആഷ്മിക്കും കുറച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുണ്ട്. പാലക്കാട് നിന്ന് മനോഹരമായ ഈ നഗരത്തിൻ്റെ നടുവിൽ നിന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. പാലക്കാടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് വലിയ ആദരവും ബഹുമാനമുള്ള ഒരാളാണ്. പാലക്കാട്ടുകാരുടെ ഒരു സംഘബോധമൊക്കെ എനിക്കറിയാം. ഇവിടെ ആ ഭുവനേശ്വരി ചേട്ടത്തിയില്ലേ, നമ്മൾ നല്ല അരി ഉണ്ടാക്കുന്ന കർഷകശ്രീ അവാർഡൊക്കെ കിട്ടി ചേട്ടത്തി. ആ ചേട്ടത്തിയുടെ അരിയൊക്കെ കഴിച്ചപ്പോഴാണ് ആ പാലക്കാടിൻ്റെ നെല്ലറ എന്നുള്ളതിൽ പാലക്കാടിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ഈ യാത്ര കാസർഗോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ എല്ലാ ജില്ലകളും കടക്കും. ഈ മാസം 20-ാം തീയതി നമ്മുടെ ഈ യാത്ര കോഴിക്കോട്ടെ ഒരു മഹാസമ്മേളനത്തിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 30 ദിവസം 14 ജില്ലകളിലൂടെ മിക്ക താലൂക്കുകളിലും ടച്ച് ചെയ്ത് നമ്മൾ നടത്തുന്ന യാത്രയാണ്. എന്തിനാണ് AC റൂമിലിരുന്ന് അത്യാവശ്യം ജീവിച്ചു പോകാവുന്ന നിങ്ങൾ ഈ പണിക്കിറങ്ങിയതെന്ന് നോക്കിക്കും. അപ്പം നമ്മൾ ഈ സൂര്യൻ കത്തിയാളുന്ന ഈ 40 ഡിഗ്രി ചൂടിലും ഞങ്ങൾക്കുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, കേരളം ഏറ്റവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് മൂക്കുകുത്തി വീണ് കഴിഞ്ഞു. ഇവിടെ നിന്ന് കേരളത്തെ പിടിച്ചുണർത്താനും കേരളത്തിലെ ഒരു പുതിയ അവബോധം ഉണ്ടാക്കാനും നമുക്കെന്തെങ്കിലും കഴിയുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞങ്ങളൊരു 10-60 പേര് യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ ഇത് പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രം പറ്റിയ പണിയാണ്. കാര്യം ഇത് നമുക്ക് പറ്റിയ പണിയല്ല കേട്ടോ. നമുക്ക് മോന്തയൊക്കെ ഷേപ്പ് മാറി കാസർഗോഡ് ഒക്കെ എത്തുമ്പോഴത്തേന് കരുവാളിച്ച് എന്നെ കണ്ടാൽ അറിയാത്ത അവസ്ഥയാകുമെന്ന് എനിക്ക് പേടിയുണ്ട്. ആഷ്മി താജ് ഇബ്രാഹിം ഇപ്പം തന്നെ വല്ലാത്തൊരവസ്ഥയിലായെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ മാത്രമല്ല പല രീതിയിലുള്ള ഭക്ഷണക്രമം ഇതൊന്നും നമുക്ക് ശീലമില്ല. അപ്പോൾ നമ്മൾ വയറിളകി ഇടപാട് തീരുമെന്നുള്ള പേടി ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിക്കിട്ടി. കാര്യം ഇതൊക്കെ ഒരു ശീലമാവും. ഏത് ദുശീലവും ഒരു ശീലമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ 20-ാം തീയതി എന്താണ് കോഴിക്കോട് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ പാലക്കാട് നിന്ന് കോഴിക്കോട് എത്താൻ വളരെ കുറച്ച് സമയം മതിയെന്ന് എനിക്കറിയാം. അത്യാവശ്യം കൂടി ചില്ലറയൊക്കെ പോക്കറ്റിലിട്ടുകൊണ്ട് നിങ്ങൾ 20-ാം തീയതി കോഴിക്കോടേക്ക് ഒരു യാത്ര നടത്തണം. ഈ കേരളം എന്ന് പറയുന്ന മണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു യാത്രയാണത്. കാര്യം കോഴിക്കോട് കടപ്പുറം നിങ്ങൾക്കറിയാം, കാപ്പാട് വലിയൊരു മനുഷ്യൻ വിദേശ നാട്ടിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളും വിദേശത്തല്ല, പാലക്കാട് നിന്ന് അവിടെ വന്ന് ഇറങ്ങണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,00,000-ലധികം ആളുകൾ അവിടെ വേണമെന്ന് ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു. കാരണം നമ്മൾ ഈ നടത്തുന്ന യാത്രയൊക്കെ തന്നെ ഈ യമകിങ്കരന്മാർ കാണുന്നുണ്ട്. ഏതോ നാട്ടിൽ നിന്ന് ഉപഗ്രഹം വഴി ഇവൻ പോകുന്നുണ്ട്, അവൻ്റെ തലയിൽ ബോംബിട്ടാലോ എന്ന് വരെ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ടാവും. താൻസാനിയ പോലെ രാജ്യങ്ങളിലിരുന്ന് ഈ മാഫിയ സംഘ തലവന്മാർ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മാഫിയ സംഘ തലവന്മാർ രാജ്യാന്തര നെറ്റ്വർക്കുള്ള സ്ഥാപനമായതുകൊണ്ട് 1,00,000 ആളുകൾ ഒരേ ശബ്ദത്തിൽ നമ്മളെ ഇരമ്പിയാർക്കുന്ന കോഴിക്കോട്ടെ കടലിൻ്റെ അതേ ശക്തിയിൽ വലിയൊരു അവബോധം, അതായത് ഒരു കടലാഴം പോകുന്ന ഒരു അവബോധത്തിൽ നമ്മൾ വിളിച്ചു പറയണം, ഒരു ലാസരകരിക്കാരനും വിലസാനുള്ള മണ്ണല്ല കേരളം, ഇതെനിക്ക് പറഞ്ഞ മണ്ണാണ്. ഈ മണ്ണിൽ നിന്ന് പുറപ്പെട്ടു പോകണം, ഗെറ്റ് ഔട്ട് എന്ന് നമ്മൾ പറയില്ലേ. നമ്മൾ കടക്കുപുറത്തുനിന്ന് മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ ഇവരോടൊക്കെ കടക്കുപുറത്ത് എന്ന് പറയാനുള്ള കരുത്ത് നമ്മൾ കാണിക്കണം. നമ്മൾ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് കൈകളെറിഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചു പറയണം, ഒരു MDMA-ക്കാരനും വേര് പിടിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൻ്റെ മണ്ണിനില്ല.
കേരളത്തിൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിനും സമാധാനത്തിനും വിളഭൂമിയാണ്. ഈ മണ്ണിൽ വിഷവസ്തുക്കൾ വിതരണം ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല. ഏറ്റവും അവസാനത്തെ MDMA-കാരനും ഏറ്റവും അവസാനത്തെ രാസലഹരിക്കാരനും കേരളം വിട്ടുപോകുന്നത് വരെ നമ്മൾ വിശ്രമിക്കില്ല. നമ്മൾ നന്നായി ഉറങ്ങിയവരാണ്. ഞാൻ ഇന്ന് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ സിയോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു കാലത്തേക്ക് ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങാതിരുന്നാലേ നമ്മുടെ ജനങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും. നിദ്രാവിഹീനങ്ങളായ രാവുകൾ മാത്രമല്ല നിങ്ങളെ തേടി വരുന്നത്. കൊലക്കത്തിയുമായി പാഞ്ഞു നടക്കുന്ന MDMA-കാരൻ്റെ അതിഭീകരമായ ചിത്രങ്ങൾ നിങ്ങളെ വേട്ടയാടിയെന്ന് വരും. രക്തം കണ്ട പിശാചുക്കളാണ് ഇവർ, കൈവിട്ടുപോയവർ. ഇവരോട് ശത്രുത പാടില്ല. കുട്ടികളോടൊന്നും ഈ കാര്യത്തിൽ ശത്രുത പാടില്ല. അവരെ ശാസിക്കാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സെൻസിറ്റീവാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എടുത്തിയാടി പൊക്കളയും, വീട് വിട്ടു പൊക്കളയും. ചിലപ്പോൾ നമുക്ക് വലിയ മെനക്കേട് ഉണ്ടാക്കും. അതുകൊണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കുക. നല്ല മനഃശാസ്ത്രജ്ഞൻ്റെ സ്വാധീനത്തിൽ ഒരു റീഡിക്ഷൻ സെൻറ്ററിലാക്കുക. നമുക്ക് ആ കുട്ടികളെ തിരിച്ചു പിടിക്കണം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, MDMA പോലുള്ള രാസലഹരികൾ ഒരുപാട് തവണ കഴിച്ച് പരിചയമുള്ള ഒരാളിനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. വളരെ നാളുകൾ എടുത്തു എന്ന് വരും. പക്ഷേ നമുക്ക് പ്രതീക്ഷ കൈവിടാൻ കഴിയില്ല. മാത്രമല്ല ആത്മവിശ്വാസം നിങ്ങൾ കൈവിടാനും പാടില്ല. നമ്മുടെ സംസ്ഥാന പോലീസ് സംവിധാനത്തിനും നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഇന്ന് കേരളം നേരിടുന്ന ഈ ഒരു പ്രതിസന്ധിക്ക് തടയിടാൻ കഴിയും. ഇങ്ങനെയുള്ള ആളുകളെ കയ്യാമം വയ്ക്കാനും ഇങ്ങനെയുള്ള ആളുകളെ തുറുങ്കിലടയ്ക്കാനും നമ്മുടെ സംസ്ഥാന പോലീസിൽ മിടുക്കന്മാരായ ഓഫീസേഴ്സ് ഉണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ഏത് സ്ഥലത്തേക്കും പോലീസിന് കയറി ചെല്ലാനുള്ള ലൈസൻസ് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുദൂരം പോലീസ് മുന്നേ പോയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഉറവിടങ്ങളിൽ നിന്ന് സാധനങ്ങൾ കേരളത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെയുള്ള ആളുകൾ ഇങ്ങോട്ട് സാധനങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. ഇതിന് തടയിടണം. ഉറവിടങ്ങളിൽ ബോംബിടണം ആവശ്യം വന്നാൽ. അങ്ങനെയാണ് ഞാൻ പറയുക. അതൊരു അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന് ആരും ചിന്തിച്ച് കളയരുത്. കാരണം അത്തരമൊരു അപകടത്തിലേക്ക് നമ്മുടെ ഈ പുണ്യം നിറഞ്ഞ മണ്ണ് മൂക്കുകുത്തി വീണ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്രയും അക്രമവാസനയോട് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഭാഷ തന്നെ പരിമിതമാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ നാവിൻ തുമ്പിൽ വരുന്ന വാക്കുകൾ പോലും പരിമിതമായി പോകുന്നു എന്നൊരു തോന്നലാണ് ഒരു അവതാരകൻ നിലയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം കോഴിക്കോട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ പാലക്കാട് നിന്ന് കോഴിക്കോട് എത്താൻ വണ്ടിയൊക്കെ പിടിച്ച് വരാൻ വലിയ പാടല്ലേ ചേട്ടാ. എൻ്റെ ചേട്ടാ ചുവട്ടിൽ കൊലക്കത്തിയുമായിട്ട് ഒരുത്തൻ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അവനെ അടിച്ച് താഴ്ത്തി അവിടെ ഇരുത്തണമെങ്കിൽ നമ്മുടെ സംഘബലം ഈ സംഘത്തെ കാണിച്ചേ പറ്റൂ. ഈ വൃത്തികെട്ടവന്മാർ, ഈ നരാധമന്മാർ, ഈ നെറികെട്ടവരെല്ലാം കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വിട്ടുപോകണമെന്ന് നമുക്ക് ഒരേ ശബ്ദത്തിൽ കടലിനെ സാക്ഷിയാക്കി അടുത്ത 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പ്രഖ്യാപിക്കണം. വരിക, നിങ്ങൾ വരിക, സംഘം ചേരുക. അരുത് ലഹരി, അരുത് അക്രമം നമ്മൾ അവിടെ വിളിച്ചു പറയും. അവസാനത്തെ MDMA-കാരനും നാട് വിട്ടുപോകാൻ നമ്മൾ ആവശ്യപ്പെടും. ഇനി ബാക്കി കാശ്മീർ പറയും. പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിൻ്റെ തീക്ഷണമായ യാഥാർത്ഥ്യങ്ങൾ വാർത്താനുഭവത്തിൽ ഈ കഴിഞ്ഞ യാത്രാനുഭവങ്ങളിലൊക്കെ SK വളരെ വിശദമായി തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. പക്ഷേ ലോക ചരിത്രത്തിലുണ്ടോ എന്നറിയില്ല. പക്ഷേ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു യാത്ര, അതും ഒരു മാധ്യമ സ്ഥാപനം ഒരു സ്പെസിഫിക്കായി കാരണം ഉന്നയിച്ചുകൊണ്ട് കാലത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു കെട്ടകാലത്തിൻ്റെ യാഥാർത്ഥ്യം ഏറ്റെടുത്തുകൊണ്ട് കണ്ണു തുറപ്പിക്കാൻ അങ്ങനെ സംസ്ഥാന പര്യടനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രാജ്യചരിത്രത്തിലില്ല എന്നാണ് അതിനർത്ഥം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ SK വളരെ വിശദമായി തന്നെ പറഞ്ഞു. നമുക്കറിയാം, ഈ യാത്ര കഴിഞ്ഞ 16-ാം തീയതി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഏതെങ്കിലും മഹാനടന്മാരല്ല, ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളല്ല. നെഞ്ചിൽ നെരിപ്പോടിൻ്റെ തീയനുഭവത്തിൽ നിൽക്കുന്ന 100 അമ്മമാർ ഉദ്ഘാടനം ചെയ്തതാണ് ഈ യാത്ര. അവരിൽ മകൻ നഷ്ടപ്പെട്ട പുത്രദുഃഖത്തിൻ്റെ, അവർ മരിക്കുവോളം ആ വേദനയിൽ നിന്ന് മുക്തിയില്ലാത്ത ജീവിക്കുന്ന പാവം ഒരമ്മയെ നമ്മൾ കണ്ടു. ഒരുപാട് ലഹരി തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങൾ നേർക്കുനേർ കണ്ട ഒരുപാട് അമ്മമാരെ അവിടെ കണ്ടു. കരഞ്ഞ് കണ്ണീര് വെച്ച കുറേ അമ്മമാരെ അവിടെ കണ്ടു. അപ്പോൾ അവർ കൊളുത്തിവെച്ച, അവരുടെ ഹൃത്തകത്തിൽ നിന്നും അവരുടെ നെഞ്ചിൽ നിന്നും കൊളുത്തിവെച്ച ഒരു ദീപശിഖയുടെ പതാകവാഹകരായി ഞങ്ങൾ ഈ 8 ജില്ലകൾ പൂർത്തിയാക്കി 9ാം ജില്ലയിൽ പാലക്കാട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഈ യാത്രയിൽ ഉടനീളം കണ്ടതും കേട്ടതും ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കെട്ടകാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്ന് തുറന്നു സമ്മതിക്കാൻ യാതൊരു മടിയുമില്ല. നമ്മൾ അവിടെ വാർത്ത വായിക്കുമ്പോൾ വാർത്തയിലിരുന്ന് കേട്ടതൊന്നും അല്ല. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിനേക്കാൾ 1000 മടങ്ങ് തീക്ഷ്ണമാണ്. 1000 മടങ്ങ് വല്ലാത്ത അവസ്ഥയിലാണ് യാഥാർത്ഥ്യം എന്നത് തുറന്നു സമ്മതിക്കാതെ നിവർത്തിയില്ല. നമ്മൾ നേരത്തെ SK നേരത്തെ പറഞ്ഞു, ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാരൻ പറയലാണ്, ഈ പറയുന്ന ഒരു MDMA-ക്ക് അഡിക്റ്റായ വിദ്യാർത്ഥിയുടെ കഥ. ആ കഥ കേൾക്കുമ്പോൾ നട്ടലിലൊരു തണുപ്പരിച്ചു കയറി, തലച്ചോറിലൊരു കൊള്ളിയാൻ മിന്നി. ആ വിദ്യാർത്ഥി അവൻ ഡിഗ്രി വിദ്യാർത്ഥിയല്ല, അവൻ +2 വിദ്യാർത്ഥിയല്ല, അവൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി MDMA അഡിക്റ്റായി എന്ന യാഥാർത്ഥ്യം, അതിപ്പോൾ ഒറ്റക്കുട്ടിയാണെങ്കിൽ കൂടിയും, ബാക്കി കേരളത്തിൽ ആരും ഒറ്റക്കുട്ടിയാണെങ്കിൽ പോലും അത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. കാരണം
മുലപ്പാലിൻ്റെ മണം മാറാത്ത കുട്ടികൾ ഈ പറയുന്ന MDMA, മെത്തലീൻ ഡയോക്സി മെറ്റാവിറ്റമിൻ എന്ന് പറയുന്ന മാരകമായ രാസലഹരി കില്ലർ ഡ്രഗ് അത് കുടഞ്ഞിട്ട് അത് ലൈനാക്കി ഒരു മൂക്കടച്ച് വലിച്ചു കയറ്റാൻ പഠിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്ന ഒരു വോൾക്കാനോയ്ക്ക് മുകളിലാണ്. തർക്കമക്കാര്യത്തിൽ വേണ്ട. താമരശ്ശേരിയിലാണ് നമ്മൾ കണ്ടത്. ഒരു യുവാവ് വീട്ടിലേക്ക് കയറി വരുന്നു. അവന് രാത്രി കോഴിക്കറി വേണം, ചിക്കൻ കറി അമ്മയോട് ചോദിക്കുന്നു. വീട്ടിൽ കോഴിയൊന്നില്ല. അപ്പോൾ കോഴിക്കറി ഇല്ലാത്ത സങ്കടത്തിൽ മുട്ട വാങ്ങിക്കാൻ വേണ്ടി ഇവനെ മുട്ടയുമായി പറഞ്ഞു വിടുന്നു. വീട്ടിൽ ചിക്കൻ കറി ഇല്ലാത്തവനാണല്ലോ, അപ്പോൾ ചോറ് കഴിക്കാൻ മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കാം എന്നതിൽ അമ്മ ഈ മുട്ടക്കറിക്ക് സവാള അരിയുന്നു. ഈ മകൻ അടുക്കളയിലേക്ക് കയറി വരുന്നു. അമ്മ സവാളയ്ക്ക് അരിഞ്ഞുകൊണ്ടിരുന്ന കറിക്കത്തി എടുത്ത് അമ്മയെ ചരിച്ചു പിടിച്ച് കഴുത്തറച്ച് കൊല്ലുന്നു. വേറൊരുത്തൻ അതും ആ മേഖലയിൽ തന്നെയാണ്. ട്യൂമർ ബാധിച്ച് ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ഒരു വാടിയ പൂ പോലെ കിടന്ന സ്വന്തം അമ്മയുടെ കഴുത്തിന് വടിവാൾ അറുത്തു കൊല്ലുന്നു. അവന് കുറ്റബോധമുണ്ടോ? കുറ്റബോധമില്ല. അവൻ മാധ്യമങ്ങളെ നോക്കി ഒരു ഫ്ലൈയിങ് കിസ്സൊക്കെ തന്ന് ഒരു കുറ്റബോധമില്ല. പോലീസിനോട് അവൻ പറഞ്ഞ കാരണം എന്താണ്? എന്നെ ജനിപ്പിച്ചതിന് ഈ സ്ത്രീക്ക് ഞാൻ കൊടുത്ത ശിക്ഷയാണ് വടിവാളിലുള്ള ഈ കൊലപാതകം. ഇപ്പോഴും അവന് യാതൊരു കുറ്റബോധവുമില്ല. ഈ രണ്ട് കുറ്റകൃത്യങ്ങൾക്കും അവർക്ക് കാരണമായത് ഈ പറയുന്ന പ്രേരകമാവുന്ന എന്താണ്? അവർ വലിച്ചു കയറ്റിയ ഈ പറയുന്ന MDMA എന്ന് പറയുന്ന കാളകൂട ലഹരിയാണ്. അങ്ങനെ ഒന്നോ രണ്ടോ ആണോ? എത്ര നമ്മൾ കണ്ടു. അച്ഛനെ കൊന്ന മകനെ കണ്ടു. സഹോദരിക്ക് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിക്ക് MDMA വാങ്ങിക്കൊടുക്കുന്ന 12ാം ക്ലാസ്സുകാരൻ സഹോദരനെ നമ്മൾ കണ്ടു. ഈ ദിവസങ്ങളിൽ നമ്മൾ എത്ര തീ അനുഭവങ്ങൾ നമ്മൾ കണ്ടു. 7 മാസം ഗർഭിണിയായ ഒരു ചേച്ചിയുടെ വയറ് നോക്കി ചവിട്ടാൻ മടിക്കാത്ത ഈ ലഹരി അഡിക്റ്റ് MDMA അഡിക്റ്റായ ഒരു സഹോദരനെ നമ്മൾ ഈ ലഹരിയിൽ ഹിംസയിൽ കണ്ട് ഈ വാർത്തകൾ കണ്ടു മടുത്തു. ഇനി നമുക്ക് ഈ തലമുറ ഇങ്ങനെ മുന്നോട്ടേക്ക് വിടാൻ കഴിയില്ല. നമ്മുടെ കൺമുന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അടുത്ത തലമുറ, നാടിനെ നയിക്കേണ്ടവർ നശിച്ച് നാരാണക്കല്ല് പിടിക്കുന്നത് കണ്ടിരിക്കാൻ കഴിയില്ല എന്നറിവിലാണ്. ഇപ്പോൾ ദ സെക്കൻഡ് കമ്മിങ് എന്ന കവിതയിലാണ് തോന്നുന്നു ഈറ്റ്സ് എഴുതുന്നുണ്ട്. വെൻ ദ ഫാൽക്കൺ ഗോസ് ഔട്ട് ഓഫ് ദ കൺട്രോൾ ഓഫ് ദ ഫാൽക്കണർ, സെൻട്രൽ കനോട്ട് ഹോൾഡ് എനിത്തിങ് ഫോൾ അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ സർവനാശത്തെക്കുറിച്ച് ഒരു ഡൂംസ്റ്റേ പ്രൊഫറ്റിനെ പോലെ ഒരു പ്രവാചക ശബ്ദത്തിൽ പറയുകയാണ് കവി. നമുക്കങ്ങനെ സർവനാശത്തിലേക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ എന്തായാലും നമുക്ക് കഴിയില്ല. നമുക്കിനി ലോകത്തിൻ്റെ ഏതോ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെയൊക്കെ പണമൂറ്റി അങ്ങനെ തിന്നുകൊഴുത്ത് വലുതാവുന്ന ഡ്രഗ് കാർട്ടൽ തലവന്മാർക്ക്, മാഫിയ തലവന്മാർക്ക് തിന്നുകൊഴുക്കാൻ, അവരുടെ ബലിത്തറകളിൽ കുരുതി കൊടുക്കാൻ നമുക്കുള്ള കുഞ്ഞുങ്ങളില്ല, നമുക്കിനി തലമുറയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കലാണ്. അപ്പോൾ ഈ പറയുന്ന 8 ജില്ലകൾ പൂർത്തിയാക്കി 9 ജില്ലകൾ 10ഉം 11ഉം അങ്ങനെ ജില്ലകളിൽ നിന്നും അങ്ങനെ ചെറിയ പ്രവാഹമായി നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിക്കാൻ പോകുന്നു. അവിടെ കോഴിക്കോട് കടലിൽ ആർത്തലമ്പുന്ന അല്ലെങ്കിൽ ആർത്തിരയ്ക്കുന്ന ആ കടലിന് സമാന്തരമായ ഒരു മനുഷ്യ മഹാസമുദ്രം ഉയരാൻ പോകുന്നു. ആ മനുഷ്യ മഹാസമുദ്രം ഉറക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നു. കടക്ക് പുറത്ത് ഈ പറയുന്ന ഡ്രഗ് കാർട്ടലുകളെ, MDMA വ്യാപാരികളെ, ഈ പറയുന്ന അധമ മനുഷ്യരെ, വിശ്വസർക്കളെ, നിങ്ങൾക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ ആജ്ഞാശക്തിയിൽ, നമ്മുടെ ശബ്ദത്തിൻ്റെ 1 ലക്ഷം മനുഷ്യരുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആജ്ഞാശക്തിയിൽ ഈ പറയുന്ന അവരുടെ സിംഹാസനങ്ങൾ കടലെടുത്തു പോകും, അവരുടെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അപ്പം നമ്മുടെ ആ പോരാട്ടത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ആത്മാർത്ഥമായ പ്രതീക്ഷയോട് നിർത്തുകയാണ്. താങ്ക്സ് ലോട്ട്. ഇനി 2 വാക്ക് പറയാൻ നമ്മുടെ കൃഷ്ണ ചെറിയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ടോപ്പൻ ടൗണിലെ രാജ്ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ രാജ്ചേട്ടൻ്റെ കടയെക്കുറിച്ചൊക്കെ, രാജ്ചേട്ടനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഇത് രാജ്ചേട്ടൻ്റെ വേദിയാണ്, ഞാൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ എപ്പോഴും കയറി വരാം. ചേട്ടൻ പറയുന്നത് ചേട്ടനെ പ്രസംഗിക്കാനുള്ള പരിപാടിയില്ല. ചേട്ടൻ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പറയും. ചേട്ടാ, ഇപ്പം നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമുക്ക് കേൾക്കുന്ന വാർത്തകളെ കുറിച്ച് കടുപ്പോ? ചേട്ടന് പാലക്കാട് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ആളാണല്ലോ. പാലക്കാട്ടും പരിസര പ്രദേശങ്ങളിൽ എന്താണ് അവസ്ഥ? വളരെ മോശമാണ് സാർ. മോശമാണ്. ഓക്കെ. അപ്പോൾ ചേട്ടനപ്പോൾ കോഴിക്കോട് വരേണ്ടി വരും. കാര്യങ്ങൾ ചേട്ടൻ്റെ സംഘവും ചേട്ടൻ്റെ കൂടെ 200 പേരുണ്ടെന്നാണ് പറഞ്ഞത്. 200 പേരെയും അതിനകത്തുള്ള 200 പേരെയാണ് സംഘടിപ്പിച്ച് 400 പേരായിട്ട് ചേട്ടൻ കോഴിക്കോട് ഒരു 500 പേര്. ചേട്ടൻ എപ്പോഴും ഒരു നമ്പർ കൂട്ടിയ പോലെ 500 പേര്. അപ്പോൾ ചേട്ടൻ ഇതിൽ കൂടെ കാണുന്ന വലിയൊരു അപകടം എന്താണ്? മൈക്കിതിരി അടുപ്പിച്ചാൽ നന്നായി. അപകടം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ സ്ഥാപനത്തിലുള്ള ഒരാൾ പോലും ഈ സാധനം ഉപയോഗിക്കും. ഉറപ്പാണല്ലോ. ഉറപ്പാണ്. അത്യാവശ്യം മദ്യം രണ്ടുവട്ടം വായിക്കും ചേട്ടൻ്റെ കാര്യമാണ്. അത്യാവശ്യം മദ്യം കഴിക്കുന്ന സമയത്ത് ജോലി സമയത്ത് അവർ വീട്ടിൽ പോയിട്ടേ കഴിക്കുള്ളൂ. ഇതിനകത്ത് ഒന്നും ഉണ്ടാകും 100% ഗ്യാരണ്ടി. അതേ ഉള്ളൂ. ഞാൻ എൻ്റെ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ ഈ സ്ഥാപനത്തിലായതുകൊണ്ട് എനിക്ക് പുറം ലോകത്തുള്ള കാര്യങ്ങളൊക്കെ ഈ താങ്കളുടെ ദിവസേന 24 മണിക്കൂറും ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഓഫീസിനകത്ത് 24 ചാനൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് ഞാൻ കണ്ടു. ഞാൻ വന്നപ്പോഴും ചേട്ടൻ 24 ആയിട്ടിരിക്കുന്നു. മാത്രമല്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെയൊക്കെ ഓഫീസുകളിൽ ചേട്ടൻ സത്യം പറഞ്ഞുള്ളൊരു പ്രശ്നം, ഇന്ന് കാണുന്നവർ നാളെ കാണുന്നില്ല. ഈ ആഷ്മിയൊക്കെ എന്തോ അപരാധം കൊണ്ട് നിൽക്കുക.
അപ്പോൾ ഇത് ചിരിക്കുന്നില്ലേ കൃഷ്ണ? അപ്പോൾ ഇറങ്ങി പൊക്കളയും ആൾക്കാർ. അപ്പോൾ ചേട്ടൻ്റെ അവിടെ 30 കൊല്ലം സർവീസ് ആയാലും ആൾക്കാരൊക്കെ കണ്ടു. ചേട്ടനേക്കാളും സർവീസ് ഉള്ളവരുണ്ടോ? എനിക്ക് മുമ്പ് ഈ കാറ്ററിംഗ് സർവീസ് ജോലി എടുത്ത ആൾക്കാർ ഇപ്പോഴും നിൽക്കുക. അതെന്തോ ഏട്ടാ എൻ്റെ രഹസ്യം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓഫീസിലൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതില്ലെന്നാണോ പറയുന്നത്? അതിനുള്ള നല്ല സാലറിയും കൊടുക്കുന്നുണ്ട്. അതാണ് അവരുടെ കുടുംബം നോക്കുന്നുണ്ട്. ചേട്ടനൊരു ക്ഷേമം നോക്കുന്നുണ്ട് അവരുടെ. അപ്പോൾ എന്തായാലും ചേട്ടനെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. വളരെ സന്തോഷം. വലിയൊരു സതുദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. അതിന് ചേട്ടൻ്റെ റോൾ ചേട്ടൻ ചെയ്തു. ഇനി ബാക്കി 500 പേരുമായിട്ട് നമ്മൾ കാലിക്കട്ടി പണിയും. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഇതാണ് ടോപ്പ് ആൻഡ് ടൗണിൻ്റെ രാജ് ചേട്ടൻ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും രാജ് ചേട്ടൻ്റെ ഈ ഓർഡറിൻ്റെ ഉള്ളിൽ കുറച്ച് പടങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ എളുപ്പം എന്തോ അറിയാം. ഇപ്പോൾ ആരൊക്കെ ഇവിടെ വന്നു എന്ന് നമുക്ക് പരിശോധിക്കുന്നതിനേക്കാൾ നല്ലത് പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബാക്കി ഒരു ഇതുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പടം ഇരിപ്പുണ്ട് കേട്ടോ, വേണേൽ കണ്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി കൃഷ്ണ ചെറിയാൻ. അപ്പോൾ നമുക്ക് ഞാൻ കൃഷ്ണ ഒരു 2 വാക്ക് പറഞ്ഞാൽ അവിടെ ഞാൻ വിളിപ്പിക്കാം. പറയേ കൃഷ്ണ. ക്ഷീണിച്ചോ? ഒരു 2 മിനിറ്റ് പറഞ്ഞോട്ടെ. അപ്പോൾ താങ്ക് യു. കുഞ്ഞു ശബ്ദം കേൾക്കുന്നത് വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാജേട്ടൻ ഉച്ചയ്ക്ക് പായസം തന്നു. 1 പായസം. ഞാൻ പായസം കഴിക്കുന്ന ഒരാളല്ല. 7 പായസം. ചക്കപ്പായസം, അതെ, പൈനാപ്പിൾ പായസം. ഞാൻ പായസം കഴിക്കുന്ന ഒരാളല്ല. പക്ഷെ ഇത്രയും നല്ല പായസം, ഒന്നിനൊന്ന് ബെസ്റ്റാ. നല്ലൊരു കൈയടി കൊടുക്കാം. എനിക്കിപ്പോൾ സംശയം എൻ്റെ ലഹരി ഇനിയിപ്പോൾ ഈ പായസം ആകുമോന്ന്. ചേട്ടാ, കേരളം മുഴുവൻ ഈ പായസം വിൽക്കണം. നമുക്ക് ലഹരിക്ക് വേറെ ഈ പായസം ആയിക്കോട്ടെ, മധുരമായിക്കോട്ടെ. അപ്പോൾ ഞാനൊരു കുഞ്ഞു കഥ പറയാം. കുഞ്ഞുമക്കളൊക്കെ കേൾക്കുമോ? ഇവിടെയും കുറച്ച് പേര് ഹലോ കേൾക്കുമോ? ഓക്കെ. അപ്പോൾ ഒരു ദിവസം നമ്മളെ പാപങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ചെകുത്താനാണെന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഡീസൻ്റ് ആണ്. പുള്ളിക്കാരൻ വന്നിട്ട് നമ്മളെ ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഒരു ദിവസം ചെകുത്താൻ ഒരാളിനെ ഇങ്ങനെ പരീക്ഷിക്കാൻ വന്നു. അപ്പോൾ 4 പ്രാർത്ഥനയുടെ സമയമായതുകൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ നമ്മുടെ ഭരണഘടന ഒരു മതേതര രാജ്യമായിട്ടാണ് ഇന്ത്യയെ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഓരോ മതസ്ഥർക്കും അവരുടെ ആരാധനയ്ക്കും ഒക്കെ സൗകര്യമുണ്ട്. അത് നമ്മൾ ബഹുമാനിക്കണം എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞങ്ങൾ ആ സമയം മൗനം ആചരിച്ചത്. അപ്പോൾ നമ്മൾ എവിടെയാണ് നിന്നത്? നമ്മൾ എവിടെയാണ് നിർത്തിയത്? കുഞ്ഞുമക്കളെന്ന് പറയോ? നമ്മൾ എവിടെയാണ് നിർത്തിയത്? ചെകുത്താൻ. അപ്പോൾ ചെകുത്താൻ ഒരാളിനെ പരീക്ഷിക്കാൻ വന്നു, ഒരു ചെറുപ്പക്കാരനെ പരീക്ഷിക്കാൻ വന്നു. 4 വാതിലുകളുള്ള ഒരു ഗോപുരം. അപ്പോൾ ഈ 4 വാതിലുകളിൽ ഒരു വാതിലിൽ 2 ആട്ടിൻകുട്ടികളെ വെച്ചിട്ടുണ്ട്, ഒരു വെട്ടുകത്തി അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത വാതിലിൽ ഒരു സ്ത്രീയുണ്ട്, യുവതി, സുന്ദരിയായ ഒരു യുവതിയുണ്ട്. അതിനടുത്ത വാതിലിൽ ഒരു ചെറിയ കുഞ്ഞുമുണ്ട്. അപ്പോൾ ഈ ചെകുത്താൻ ഈ പയ്യനോട് പറഞ്ഞു, 4ാമത്തെ വാതിലിൽ ഒരു മദ്യക്കുപ്പിയും വെച്ചിട്ടുണ്ട്. നിനക്കിത് 4ൽ ഏതെങ്കിലും ഒരു പാപം സെലക്ട് ചെയ്യാം. ഒന്നുകിൽ നീ ഈ ആട്ടിൻകുഞ്ഞുങ്ങളെ കൊല്ലണം, അല്ലെങ്കിൽ ആ സുന്ദരിയായ യുവതിയെ നീ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നീ വടിയെടുത്ത് തല്ലണം, അല്ലെങ്കിൽ മദ്യം കുടിക്കണം. അപ്പോൾ ഇവൻ വിചാരിച്ചു, അയ്യോ, ഈ ആട്ടിൻകുഞ്ഞുങ്ങളെ കാണാൻ എന്ത് നിഷ്കളങ്കരായ 2 ആട്ടിൻകുഞ്ഞുങ്ങളാണ്, ഇതുങ്ങളെ എങ്ങനെ ഞാൻ കൊല്ലും? അത് കഴിഞ്ഞ് ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അയ്യോ, ഈ സ്ത്രീ എൻ്റെ സഹോദരിയെ പോലെയാണല്ലോ, ഇവരെ ഞാൻ എങ്ങനെ ഉപദ്രവിക്കും? കുഞ്ഞിനെ നോക്കുമ്പോൾ, അയ്യോ, എന്ത് സുന്ദരനായ നിഷ്കളങ്കനായ കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഉപദ്രവിക്കും? അവൻ വിചാരിച്ചു, ഏതായാലും താരതമ്യേന ചെറിയൊരു പാപമാണല്ലോ, ആ മദ്യം എടുത്താൽ കുടിച്ചേക്കാം. എന്തായാലും ഇയാൾ പറയുന്ന പോലെ പാപം ഞാൻ ചെയ്തൊന്നും വരും, എന്നാൽ പിന്നെ വലിയ കേടുമില്ല, തട്ടുകേടുമില്ല എന്ന് വിചാരിച്ചു. ആ മദ്യക്കുപ്പിയിലെ മദ്യം കാലിയാക്കി
അല്പസമയം കഴിഞ്ഞപ്പോൾ തലയ്ക്ക് പിടിച്ചു. നേരെ ചെന്ന് ആട്ടുംകുഞ്ഞുങ്ങളെ രണ്ടിനെയും വെട്ടിക്കണ്ടിച്ച് തോട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ആ സ്ത്രീയെ പോയി ഉപദ്രവിച്ചു. ഇയാൾ പറഞ്ഞതിലും മ്ലേച്ഛമായി ഉപദ്രവിച്ചു. അതിനുശേഷം ആ ചെറിയ കുഞ്ഞിനെ കാലേ വാരി നിലത്തടിച്ചു. അപ്പം എന്താണ് കാരണം? നമ്മളെപ്പോഴും വിചാരിക്കും മദ്യം എന്ന് പറയുന്നത് ചെറുതായിരിക്കും, അല്ലെ ലഹരി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിരിക്കും. നമുക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതായിരുന്നു കേരളത്തിൽ? നമ്മുടെയൊക്കെ വീടുകൾ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. അമ്മയെ മകൻ കൊല്ലുന്നു, അച്ഛനെ മകൻ കൊല്ലുന്നു, അച്ഛൻ മകനെ കൊല്ലുന്നു, ഇതല്ല. അപ്പം നമ്മുടെ വീട്ടകങ്ങൾ സുരക്ഷിതമല്ലാതായി മാറുന്നു. എന്താണ് കാരണം? ഈ പറയുന്ന ലഹരി നമ്മളെ ഭരിക്കുന്നു. അപ്പോൾ ബോധമുള്ള ഒരു ജനതയാകാൻ നമുക്ക് ലഹരിയെ നമുക്ക് ഒഴിവാക്കാം. രാജുചേട്ടൻ്റെ പായസം നമുക്ക് ലഹരിക്ക് പകരമാക്കാം. അപ്പോൾ ഈ പായസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ വളരെ ആഗ്രഹമുണ്ട് രാജുചേട്ടാ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയധികം ഹോസ്പിറ്റാലിറ്റി, ഇത്രയധികം സ്നേഹം. അപ്പോൾ നിങ്ങൾ പാലക്കാടുകാർക്ക് ഞങ്ങളുടെ എല്ലാ സ്നേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഒപ്പം തന്നെ നിങ്ങൾക്കൊരു വലിയ കൈയടി ഞങ്ങളും തരുന്നു, നിങ്ങൾക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൃഷ്ണ, നമ്മുടെ എനിക്കൊന്ന് ആഷ്മി, രാജുചേട്ടൻ ക്ഷണിച്ചു വരുത്തിയ ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയാൻ ഇവിടെയുണ്ട്. ആ, അപ്പോൾ വരൂ 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 വരൂ. ആ ആ ആ ആ ആ ചേട്ടൻ വരൂ, ചേട്ടൻ വരൂ. ആ, താങ്ക് യു. ചേട്ടൻ ആരാണെന്ന് കൂടി പറയണം. ഞാൻ NSSൻ്റെ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയാണ്. രാജുവേട്ടൻ ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്, കൃഷ്ണകുമാർ. എന്തായാലും ലഹരിക്കെതിരെ SKN നടത്തുന്ന അരുത് ലഹരി അരുത് അക്രമം എന്ന മുദ്രാവാക്യമായി ഉയർത്തി കേരളം മുഴുവനായി നടത്തുന്ന ഒരു ഐതിഹാസികമായ ഈ പര്യടനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കറിയാം, വർത്തമാന കാലഘട്ടം രാസലഹരിയുടെ അടിമയായി ഊർജവും ഉണർവും ഏകുന്ന ഒരു പുതിയ തലമുറയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് ചെകുത്താൻ്റെ നാടായി മാറുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിനും സമുദായത്തിനും മതത്തിനും എല്ലാത്തിനും അതീതമായി ഈ കാട്ടാളനെ ഈ ഭൂമുഖത്ത് നിന്ന് ഓടിക്കുവാൻ നമുക്കൊന്നായി പൊരുതണം. അതിന് 24 ന്യൂസ് നടത്തുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആഷ്മി, നമുക്കൊരു അതി വന്നിട്ടുണ്ട്. അതി എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? പാലക്കാടിൻ്റെ MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നു അല്ലേ? ആ, രാഹുൽ യാത്രയിലായിരുന്നു തോന്നുന്നു അല്ലേ? മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇങ്ങനൊരു വലിയ ഉദ്യമവുമായിട്ട് 24ൻ്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇടയിൽ കൂടെ വന്നത്. അല്ല, ഇതിപ്പോൾ ഒരു വലിയ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ യുദ്ധമാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് സാധാരണ എല്ലാ യുദ്ധത്തിൻ്റെയും പ്രത്യേകത രക്തച്ചൊരിച്ചിലാണ്. ഇത് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ യുദ്ധമാണ്, ജനകീയമായൊരു യുദ്ധമാണ്. അതിനെല്ലാ ആളുകളും അവരവരാൽ സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉദ്യമം കേരളത്തിലെമ്പാടും യാത്ര ചെയ്തുകൊണ്ട് 24 നടത്തുന്നു. പ്രത്യേകിച്ച് SKN പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തന നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷവും അഭിമാനവുമാണുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊരു ജനപ്രതിനിധിയൊക്കെ ആകുമ്പോൾ നമുക്കൊരുപാട് ആളുകളുടെ കേസുകൾ പേഴ്സണലായിട്ട് തന്നെ നമ്മൾ അറിയാറുണ്ട്. പല അമ്മമാരുടെയും പ്രയാസങ്ങൾ, അതുപോലെ തന്നെ കുടുംബങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കേട്ട് നമ്മുടെ മനസ്സ് വല്ലാതെ മരവിച്ചിരിക്കുന്നൊരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു എല്ലാവരും അവരവരാൽ കഴിവത് യുദ്ധസന്നാഹവുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിന് എല്ലാവിധമായ ആശംസകൾ. അല്ല രാഹുൽ, ഇന്നിപ്പോൾ ആലത്തൂർ സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി MDMA അഡിക്റ്റ് ആക്കിയിട്ട്. ഇപ്പോൾ എന്തൊരു ഭീകരമാണ് എന്നാണ് യാഥാർത്ഥ്യം. അല്ല, നമ്മുടെ ഈ സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ ഉണ്ടായിരുന്നല്ലോ. അതായത് വിമുക്തിയിലൂടെ ചികിത്സ തേടിയ ആളുകളിൽ മഹാഭൂരിപക്ഷവും 6ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് പറയുമ്പോൾ, അതായത് ചികിത്സ തേടുക എന്ന് പറയുന്നത് 2 ഘട്ടം കഴിയുമ്പോഴാണ്. ഒന്ന്, ഇത് അവർ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം. 2, ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും ചികിത്സയിലൂടെ മാത്രമേ ഇത് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള അവസ്ഥയും എത്തണം. ഈ 2 അവസ്ഥയും എത്തിയ ആളുകളുടെ എണ്ണം തന്നെ ലക്ഷമാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ വിപത്തിലൂടെയാണ് നമ്മുടെ നാട് പോകുന്നത്. ഇപ്പം അടൂരിൽ ഈയിടയിൽ റിപ്പോർട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട കേസുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പം ഹെവി ബ്ലീഡിങ്ങോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടി മരണപ്പെടുന്നത്. അപ്പം വീട്ടുകാർക്ക് അറിയില്ല എന്താ കാരണം എന്നറിയില്ല. അപ്പോൾ
ഇത് ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിലേക്ക് പോകുമ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഹെവി ബ്ലീഡിങ് ആയി പ്രഗ്നൻ്റ് ആയി. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിൽസ് കഴിച്ചു. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ഈ കുട്ടിയെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടി, അവനാണെങ്കിൽ ആദ്യത്തെ 1-2 ദിവസം ഇത്തരത്തിലുള്ള ഡ്രഗ് കൊടുത്തു. അപ്പോൾ ഇവളിതിന് അഡിക്റ്റഡ് ആയി. അപ്പോൾ 3ാം ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൺസെൻഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുണ്ടായി. പക്ഷേ കുട്ടികളാണ്. അപ്പോൾ ഒരു ആക്സിഡൻ്റൽ പ്രഗ്നൻസി ഉണ്ടായി. അതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് നോക്കിയപ്പോൾ അവർ കുട്ടികളാണ്. അവരുടെ കുട്ടികളുടേതായിട്ടുള്ള മാർഗങ്ങളിലൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനെ കുട്ടി മരണപ്പെട്ടു. 2 കുടുംബങ്ങളാണ് തകർന്നത്. ഒരു ചെറിയ പൊതിയിലൂടെ 2 കുടുംബങ്ങൾ, ആ കുട്ടികൾ ഒരാൾ മരണപ്പെട്ടു, മറ്റേയാൾ ജുവനൈൽ ഹോമിലേക്ക് മാറുന്നു എന്ന് മാത്രമല്ല ആ കുടുംബങ്ങൾ കൂടി തകർക്കപ്പെടുകയാണ് ഒരു ചെറിയ പൊതിയിൽ. അപ്പോൾ ഈ ചെറിയ പൊതിയിൽ, ചെറിയ ടാബ്ലറ്റിൽ, ചെറിയ സ്റ്റാമ്പിൽ ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുടുംബത്തെ തകർക്കുവാൻ പര്യാപ്തമായിട്ടുള്ള വിഷമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാമ്പിൻ്റെ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് രാജ്യത്തെങ്ങും ഇല്ലാത്ത, ലോകത്തെങ്ങും ഇല്ലാത്ത രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കത് അഡിക്ഷനാണ്. അപ്പോൾ അവർ ഈ ഏറ്റവും അപകടം എന്താണ്, ഈ കെമിക്കൽ സിന്തറ്റിക് ഡ്രഗ്സൊക്കെ കടന്നിട്ട് ഇപ്പോൾ കുട്ടികൾക്കിടയിൽ സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ 2-3 സാമ്പത്തിക വർഷമായിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയും ഏറ്റവും അധികം കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള സ്റ്റേഷനറി ഐറ്റങ്ങളൊന്നും വൈറ്റ്നറാണ്. അത് മറ്റൊരു മിശ്രിതം കൂടെ ചേരുമ്പോൾ ലഹരിയാവുകയാണ്. അപ്പോൾ അങ്ങനെ സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സിലേക്ക് വരെ കുട്ടികൾ പോകുമ്പോൾ വളരെ അപകടകരമാണ് നാട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനപ്രതി എന്നതിൽ നമ്മളെല്ലാവരും അതിനെതിരായിട്ടുള്ള വലിയ ഇനിഷ്യേറ്റീവ്സ്, ഇപ്പോൾ ഈ വെക്കേഷന് കുട്ടികളുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കുട്ടികൾ ഇപ്പോൾ നമ്മളെല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ നമുക്കൊരു എനർജി ലെവലുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ എനർജി ലെവലിലെ കളിക്കളങ്ങളിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. ഇവർക്ക് അതേ എനർജി ഉണ്ട്, ഇതെവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ 24-ൻ്റെ എൻ്റെ ഒരു സജഷനാണ്, അടുത്ത ലെവലിൽ ഈ കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാനുള്ള സ്പേസുകൾ, അവരുടെ എനർജിയെ എൻഗേജ് ചെയ്യാനായിട്ടുള്ള സ്പേസുകൾ, ജനപ്രതികളെ ഞങ്ങളെല്ലാം അത് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം വെക്കേഷൻ, നമ്മുടെ വെക്കേഷൻ ക്യാമ്പുകളുണ്ട്, MLA നിലയിലുള്ള വെക്കേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കുട്ടികളുടെ എനർജിയെ നമുക്ക് മറ്റ് നല്ല ഗുണപരമായ മാർഗ്ഗങ്ങളിലേക്ക് യൂട്ടിലൈസ്. ഇന്ന് ഞാനൊരു ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാനൊരു ഭാഗവത യജ്ഞത്തിന് പോയി, അതിൻ്റെ സമാപന ദിവസമായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്വാമി ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നെ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് അപ്പം എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് വിചാരിച്ചൊരു സ്വാമിയാണ്, അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു സജഷൻ, ഈ എല്ലാ കുട്ടികളുടെയും കരിക്കുലത്തിൽ നിർബന്ധമായി കൃഷി ഉൾപ്പെടുത്തണം. ആ കൃഷി ഉൾപ്പെടുത്തി കഴിയുമ്പോൾ വൈകുന്നേരം പോയിട്ട് അവർ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിൽ അവർ എൻഗേജ്ഡ് ആകും, അവരുടെ കൂട്ടുകാർ എൻഗേജ്ഡ് ആകും. കാരണം ഇത് പഠനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൃഷി അടക്കമുള്ള ഓൾട്ടർനേറ്റീവ് അഡിക്ഷൻസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണമെന്നൊരു സന്യാസി വര്യൻ എന്നോട് പറയുകയാണ്. അപ്പോൾ അത്തരം നമ്മൾ ആ മാർഗ്ഗങ്ങളാണ് ആലോചിക്കേണ്ടത്. അതിന് ഈ നടത്തുന്ന എഫർട്ടിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു രാഹുൽ മാങ്കൂട്ടത്തിൽ. നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം കുട്ടികളുടെ ഊർജം വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഇത് മാത്രമല്ല, നമ്മൾ പലയിടങ്ങളിലും പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈവൻ രാജുചേട്ടൻ്റെ ഹോട്ടലിൽ പോലും ഒരു 100 പേർക്ക് ട്രെയിനിങ് കൊടുത്താൽ അത് തന്നെ ഒരു എൻഗേജ്മെൻ്റ് ആവും. എൻ്റെ ഹോട്ടൽ കുളവാക്കണമെന്ന് അല്ലേ? അതല്ല ചേട്ടാ ഞാൻ പറഞ്ഞത്. ഈ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ പ്രത്യേകിച്ച് 2 മാസക്കാലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ അതുപോലെ ഈ കളിക്കളങ്ങളെല്ലാം ഓപ്പൺ ആക്കുക. രാഹുൽ പറഞ്ഞതുപോലെ കളിക്കളം, അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലിപ്പോൾ കളിക്കളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുക. അതെല്ലാം തുറപ്പിക്കണം, കളിക്കളങ്ങൾ തുടങ്ങണം. അതുപോലെ നാടക സമിതികൾ, സ്കൂളുകളിൽ നാടക പ്രവർത്തനം ഉണ്ടായിരുന്നു, അതുപോലെ സാഹിത്യരചനകളുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോൾ ഇതൊക്കെ കൈമോശം വന്നോ അപ്പോൾ തുടങ്ങിയ അപകടം. അപ്പോൾ അതിലേക്ക് കുട്ടികളെ വഴിതിരിച്ചു വിടണം. രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കളുടെ ഈ ഉപദേശങ്ങൾ നന്ദി. നമ്മളിത് കഴിഞ്ഞാലും ഇത് അവസാനിപ്പിക്കുന്നില്ല, ഇതിൻ്റെ അടുത്ത ഊഴം നമ്മൾ തുടരും. നിങ്ങളുടെയൊക്കെ സഹായം വേണം. നമ്മുടെ ബാക്കി നമ്മുടെ വിളിക്കാം വേദിയിലോട്ട്. ഓക്കെ, നിങ്ങളെ പിടിച്ച് പ്രശ്നമാക്കരുത് അല്ലേ? യെസ് ചേട്ടാ, അത് കറക്റ്റാ. പ്ലീസ് കം, പ്ലീസ് പിടിക്കണോ? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. കഴിഞ്ഞ 25 വർഷം SNDP യോഗം പാലക്കാട് യൂണിയനിലെ പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എല്ലാ ശാഖകളിലും, ആദ്യമായിട്ട് SKൻ്റെ അഭിനന്ദനം, ഈ യാഗം നടത്തുന്ന ഞങ്ങൾ എല്ലാ ശാഖകളിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഓഫീസേഴ്സിനെ കൂട്ടിയിട്ട് പോയി അവിടെ ക്ലാസ് എടുക്കാറുണ്ട്. ഞാനൊരു സ്കൂളിലെ ഡയറക്ടറാണ്, എലപ്പുള്ളിയിലെ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ. അവിടെ ഞങ്ങൾ 3 മാസം കൂടുമ്പോൾ ക്ലാസ് എടുക്കും.
പിന്നെ അവിടെ ഒരു ടീച്ചറുണ്ട്, കൗൺസിലിംഗ് ടീച്ചർ. അവരോട് ഓരോ ക്ലാസ്സിലും പോയി കുട്ടികളുടെ ബിഹേവിയർ വാച്ച് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള പ്രവർത്തനം. എനിക്ക് ഒരു കാര്യം പറഞ്ഞു നിർത്താം അമ്മമാരോടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. കുട്ടികൾ സ്കൂൾ വിട്ടോ കോളേജ് വിട്ടോ വീട്ടിൽ വന്നാൽ അവളുടെ അവൻ്റെ ബാഗൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അവളെ പിടിക്കാം. അത് നിങ്ങൾ കൃത്യമായി ചെയ്യണം. പിന്നെ ഞാൻ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു. ഈ കോളേജിനെ ചുറ്റിയുള്ള കടകളുണ്ടല്ലോ, ആ കടകളിലാണ് ഈ ഇത് വിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു നല്ല അഭിപ്രായം, ഞാനത് പ്രാബല്യപ്പെടുത്താൻ നോക്കാമെന്ന് പറഞ്ഞു. ഇതേ അഭിപ്രായം ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീളയോടും പറഞ്ഞു. അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുമാതിരിയുള്ള പ്രവർത്തനം നടത്തട്ടെ എന്ന്. എന്തായാലും ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ പ്രവർത്തനം ഇനിയും നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് രാജേട്ടാ, ഇനി നമുക്ക് അവസാനിപ്പിക്കാമോ? അപ്പോൾ ഈ വനിതാ വിങ്ങിൽ നിന്ന് ആരും സംസാരിച്ചില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ കേൾക്കാൻ, പ്രത്യേകിച്ച് അമ്മമാർ, നിങ്ങൾക്കാണ് ഏറ്റവും ഭീതി ഉണ്ടായിരിക്കുന്നത്. അപ്പം അമ്മമാരാരാ? നീ അവിടെ ഒരു ടീച്ചറല്ലേ? ടീച്ചർ വന്നേ. ആ വരൂ. ആ എന്താ പേരെന്താ? പേര് അംബികയാണ്. എന്താ ചെയ്യുന്നേ? ഇവിടെ ടോപ്പ് ആൻഡ് ടൗണിൽ വർക്ക് ചെയ്യണം, ക്ലീനിങ് ആണ്. മോള് ടീച്ചറാണ്. സ്കൂളിൻ്റെ പേര് പറയുന്നില്ല. സാറ് പറഞ്ഞ പോലെ ഭയങ്കര മോശമുള്ള കുട്ടികളാണെന്നാണ് മോള് പറയുന്നത്. അത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്രയും മോശമാണ്. സ്കൂളിൻ്റെ പേര് മാത്രം ഞാൻ പറയുന്നില്ല. മോള് പറയും എപ്പോഴും. അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ച് പറയായിരുന്നു. അവരും പറയും നന്നായിട്ട് ചീത്ത പറഞ്ഞോളൂ, അടിച്ചോളൂ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? സ്കൂൾ ബാഗൊക്കെ പരിശോധിക്കണം. അതെ. ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കുമോ അതൊക്കെ? ഓ, കുട്ടികൾ കേൾക്കും. മോളിന് ഭയങ്കര പേടിയാണ്. പേടിയാണ്. ഓക്കെ, അപ്പോൾ മോളോട് പറയൂ. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മോള് പറഞ്ഞു. മോള് കാണുന്നുണ്ടല്ലേ? അപ്പം ആ ക്യാമറ നോക്കി പറഞ്ഞു, മോളെ കുട്ടികളെയൊക്കെ നേരെയാക്കണം. മോളുടെ അടുത്ത് ഞാൻ പറയാണ്, മോള് അധികം തല്ലാനും അടിക്കാനൊന്നും പോകണ്ട, പറഞ്ഞ് മനസ്സിലാക്കുക, അത്രേ പറയാനുള്ളൂ. രാഹുലെ, ഈ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം പരിഗണിച്ച് നമ്മളൊരു എക്സ്ക്ലൂസീവായിട്ടൊരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ അതിലൂടെ കണ്ടെന്ന് പറഞ്ഞത് SKN40 എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ നിലനിർത്തും. കാരണം ഇതിനു വേണ്ടി മാത്രം, ഇത് യാത്ര ചെയ്യുന്നതിനിടയിൽ നമുക്കിപ്പം ഈ മുഴുവൻ സമയവും ഇതിങ്ങനെ സംപ്രേഷണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ ഇത് പൂർണ്ണമായിട്ടും, ഇതിൻ്റെ ഒരു അപകടം കൂടി ഇപ്പം മനസ്സിലായിട്ടുണ്ട്. പ്രവാസികളൊക്കെ ഇത് പേടിച്ചിരിക്കുക. അവർ പറയുന്നത് കേരളത്തിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടോ? നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഉള്ള കാര്യം പറയൂല. അപ്പോൾ അതൊരു പ്രശ്നമായിട്ടുണ്ട്. എന്തായാലും ആ SKN40 നിങ്ങൾക്ക് ഇപ്പോൾ അടിച്ചാലും അത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളത് നോക്കുക. അതിനകത്ത് നമ്മൾ ഒരുപാട് അവബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് എന്നേക്കുമായി അവസാനിക്കണം എന്നാണ്. പക്ഷേ നമ്മളൊരു കാര്യം പൊതുവിൽ പറഞ്ഞു രാഹുൽ, അതായത് നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് മാത്രം പറ്റിയ പണിയായത്. ഇത് 40 ഡിഗ്രി ചൂടിൽ പാലക്കാട് ഇറങ്ങിയപ്പോൾ ഞാൻ ആഷ്മിയുടെ മുഖം നോക്കി. AC റൂമിലിരിക്കുമ്പോൾ എന്തൊരു സുഖമായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ പോയി. ആഷ്മിയുടെ മുഖം കണ്ടില്ലേ? നിങ്ങൾ പഴയ ഫ്രണ്ട്സല്ലേ എപ്പോഴും? ഓക്കെ, അതാണ് പ്രശ്നം. അത് ഞാൻ പഴയത് ഉപയോഗിക്കേണ്ടത് അല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ ഇനി ഏതെങ്കിലും ടീച്ചർ വരൂ. വേഗം വരൂ ടീച്ചറെ. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ടീച്ചർ രൂക്ഷമണ്ഡനെ നോക്കി. എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ടീച്ചറെ ആണോ? ടീച്ചറെ കുന്നിക്കോടാണ് ടീച്ചറിൻ്റെ വീട്. ഞങ്ങൾ അടുത്തടുത്താ. അതെ. ലഹരിക്കും അതിനെതിരെയുണ്ടാകുന്ന അക്രമങ്ങൾക്കും എതിരെ 24 ചാനൽ നടത്തുന്ന അഭിമാനകരമായ ഒരു ദൗത്യമാണ്. ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റിയേ അടങ്ങൂ എന്നുള്ളത് അവരുടെ ഒരു പ്രതിജ്ഞയാണ്. അവർ നടത്തുന്ന ഈ എഫേർട്ടിന് നമുക്കെല്ലാവരുടെയും സഹകരണം ഉണ്ടാവും. 24 ചാനലിലും അതിനുള്ള എല്ലാ പ്രവർത്തകർക്കും നിങ്ങളുടെ ഈ പരിപാടിക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. 24 ചാനൽ കാണാറുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പറയാറില്ല, ഇപ്പം എവിടെ പറഞ്ഞു വയസ്സൊക്കെ പറഞ്ഞു, ഏജ് ഈസ് എ നമ്പർ. ഇപ്പോഴും കണ്ടാൽ ഒന്നും പറയില്ല നമ്പർ എന്ന് പറയുന്ന പോലെ
അപ്പോൾ ഏകദേശം ഇത്ര ദിവസം നടത്തുന്നു. ഇനിയും തുടർന്ന് ഇങ്ങനത്തെ പരിപാടി നടക്കാനുള്ള ഊർജവും ആർജവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എന്തായാലും 65 വയസ്സ് കഴിഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ പ്രായം ഒരു നമ്പറാണെന്ന്. ഞാനും ഒരു നമ്പർ ഇടുകയാണ്. ടീച്ചറിനൊരു ഗിഫ്റ്റ് തരിക. എന്നെ രാവിലെ പുട്ടിയിട്ട് രാവിലെ തുടങ്ങിയ 40 തോന്നും ആൾക്കാർക്ക്. അപ്പോൾ ടീച്ചറിനോടൊരു ഒരു രഹസ്യം വെളിപ്പെടുത്താനുണ്ട്. ഇതിൻ്റെ മോഹവില 500 കോടി രൂപയാണ്, യഥാർത്ഥ വില 350 രൂപയാണ്. അപ്പോൾ താങ്ക് യു. വരൂ ഒരു സെക്കൻഡ്. ഇത് കുഴപ്പമില്ല. അപ്പോൾ താങ്കളുടെ പേര്? ഇദ്ദേഹം ഇവിടെ പാലക്കാട്ടെ ഒരു പ്രശസ്തനായ ആധാരം എഴുത്തുകാരനാണ് എന്ന് ഞാൻ അറിയുന്നു, അല്ലേ? ഒരു ഫേമസ് ഡോക്യുമെൻ്ററി റൈറ്റർ. കുറേ ആൾക്കാരുടെ പുരയുടെ എഴുതി അങ്ങ് ലെവലാക്കി കാണും. ഓക്കെ. മൈക്കൊക്കെ ഓണാ? എല്ലാം ഓണാ? ഹലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ പ്രവർത്തകരെ ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങിയതിന് വളരെ വളരെ സന്തോഷമുണ്ട്. 24 ചാനലിനോടും ശ്രീകണ്ഠൻ ചേട്ടനോടും ഉള്ള ഒരു കടപ്പാട് പാലക്കാടിന് എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ് ആദ്യമായിട്ട്. താങ്ക് യു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ ചൂടിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. നല്ല ചൂടാണ്, ഞങ്ങളെ ചൂടിലേക്ക് ആൾക്കാർ തന്നെയാണ്. എന്തായാലും പാലക്കാട് ഞങ്ങളെല്ലാവരും സ്വീകരിക്കുന്ന ഒരു പക്ഷമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടീച്ചറടക്കം ആര് പുറത്തുനിന്ന് വന്നാലും ഇവിടെ ഞങ്ങൾ സെറ്റിലാവും. പാലക്കാട് തന്നെ സ്വീകരിച്ചില്ല, അതേപോലെ തന്നെ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് ക്യാമ്പയിൻ ഇതുപോലെ നടത്തുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി എല്ലാം സഹകരിച്ച് ഒരുപാട് പരിപാടികൾ നടത്തുന്നതാണ്. പക്ഷേ അതിനെക്കാട്ടിലുപരി ഇപ്പോഴും ഈ മീഡിയക്കാർ നടത്തുന്ന ഒരു ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി വാല്യുബിൾ ആവും. ഞങ്ങൾ നടത്തുന്ന ചെറിയ സ്ഥലങ്ങളിൽ ലോക്കലായി നടത്തുന്ന പരിപാടികളാകുമ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രം ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും. അങ്ങയുടെ ഒരു കണക്ക് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഉണ്ടല്ലോ. അതെ. ഞങ്ങളുടെ ആകെയുള്ള എയർ ടൈമിൻ്റെ 30% ഈ ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. ഡോക്യുമെന്റായിട്ട് അങ്ങ് എഴുതിക്കോ, കോടികളുടെ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആയിക്കോട്ടെ. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് അത് ഈ ഉദ്യമത്തിൽ ഇറങ്ങിയ ഞങ്ങളെല്ലാം ഞങ്ങളുടെ പിന്തുണയും ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു. ഇതും ആധാരത്തിൽ എഴുതാനുള്ളോ? ഓക്കെ, താങ്ക് യു. വിലയിൽ വ്യത്യാസമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊരു കപ്പ് കൊടുക്കണ്ടേ? ഒരു MLA ഇങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? വരൂ രാഹുൽ. സുഹൃത്ത് തന്നെ സുഹൃത്തിന് കൊടുക്കും. ഇതെന്താ സംഭവിക്കുന്നല്ലേ? ഓക്കെ. രാഹുലിനെ അഴിമതി ആരോപണത്തിൽ വിധേയമാക്കണ്ട. ഞങ്ങൾ 500 കോടിയൊക്കെ പറഞ്ഞ് 500 കോടി മോഹമില്ല, 370 യഥാർത്ഥ. അല്ല, ഈ ഷർട്ടിട്ട് രാവിലെ നടക്കാൻ ഇറങ്ങണം കേട്ടോ. രാഹുൽ ഈ ഷർട്ടിട്ട് ഇറങ്ങണം. ഇത് നമ്മൾ 20 തീയതി നമ്മുടെ കോഴിക്കോട് സമ്മേളനം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വരൂ. കപ്പ് വേണോ അങ്ങേക്ക്? അഡ്വക്കേറ്റ് KK മേനോനാണ്, പാലക്കാട് യൂണിയൻ പ്രസിഡൻ്റാണ്. ഞാൻ വന്നത് നമ്മൾ ഇന്നത്തെ ശ്രീകണ്ഠൻ്റെ ഈ പരിപാടി വളരെ നന്നായി തോന്നി. ഞങ്ങൾ ഈ സൺഡേ NSS കേരളമെമ്പാടും ലഹരി വിരുദ്ധ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സാറ്റർഡേ 12th കേരളം മുഴുവൻ ഈ 12-ാം തീയതി കേരളം മുഴുവൻ വലിയൊരു പ്രോഗ്രാം ലഹരിക്കെതിരെ നമ്മൾ നടത്തുന്നുണ്ട്. അത് നമ്മൾക്ക് 6000 കരയോഗങ്ങളിലാണ് നമ്മൾ നടത്തുന്നത്, ടോട്ടൽ കേരള. അപ്പോൾ അത്രയും ആൾക്കാരുടെ എല്ലാവർക്കും ഈ ഇത് ബോധവൽക്കരണം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ കരയോഗങ്ങളിലേക്കും ബോധവൽക്കരണത്തിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എനിക്കൊരു റിക്വസ്റ്റുള്ള, പോലീസുകാർ കേസെടുക്കുമ്പോൾ വലിയവരെ ഒഴിവാക്കി ചെറിയവരെ മാത്രം എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എതിരെ, എത്ര വലിയവരായാലും എത്ര ചെറിയവരാണെങ്കിലും ഒരേ ചാർജ് എല്ലാവരും എടുക്കണം. കാരണം ഈയിടെ കണ്ട ഒരു സിനിമാ നടനെ ഒഴിവാക്കിക്കൊണ്ട് മിനിങ്ങ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഒരു സിനിമാ നടനെ ഒഴിവാക്കിക്കൊണ്ടൊരു കേസ് എടുത്തിട്ടുണ്ട് ഇന്നലെ. നോട്ടീസ് കൊടുത്തു. കാരണം ടെലിഫോൺ കോൺവെർസേഷൻ ടെലിഫോൺ കോൺവെർസേഷൻ വന്നിട്ടുണ്ട് ഇന്നത്തെ ന്യൂസിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് എടുത്തേ പറ്റൂ, എന്നെങ്കിൽ മാത്രമേ നന്നാവുള്ളൂ, കരകയറുള്ളൂ. വലിയവരെ ഒഴിവാക്കി ചെറിയവരെ എടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും ഈ സംരംഭത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. ലക്ഷ്മി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്.
നമുക്കൊന്ന് ഒരു കാര്യമുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് ഒഴുകുന്ന ഒരു നാടായിരുന്നു കേരളം. അതിൻ്റെ ഉറവിടത്തിൽ തന്നെ നശിപ്പിച്ചുകൊണ്ട് ആ സ്പിരിറ്റിൻ്റെ വരവ് നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഉറവിടത്തിൽ നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വരവ് നശിപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകണം. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിയമത്തിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം നമുക്ക് നിയമ നടപടികൾ എടുക്കാൻ പറ്റും. 2023-24 കാലയളവിൽ നോക്കുകയാണെങ്കിൽ 2274 കേസുകളാണ് കുട്ടികൾ കുറ്റകൃത്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് തന്നെ 91 വധഭീഷണിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് കുട്ടികൾ. 16 മുതൽ 18 വയസ്സുള്ള കുട്ടികൾ 807 കുട്ടികൾ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. 807 കുട്ടികളോളം 16 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ കേസുകളിൽ ബന്ധപ്പെട്ട കൗൺസിലിംഗ് നടത്തിയ കുട്ടികളിൽ ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ കുട്ടികളുടെ വിധത്തിൽ ഈ അടുത്ത തലമുറ വളരെ ഭീതിജനകമായ വിധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയുന്നത് ഈ 16-18 എന്ന് പറയുന്നത് നമുക്കറിയാം, നിർഭയ കേസിൽ സുപ്രീം കോടതി വിധിയിൽ വന്നിരിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ വലിയവർക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ കൊടുത്തുകൊണ്ട് ഈ ശിക്ഷ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ഈ ഇതെല്ലാം ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയണമെങ്കിൽ നല്ല ശിക്ഷ കൊടുത്തുകൊണ്ട് കുട്ടികളെ എല്ലാം കൂടുതൽ നമുക്ക് അടുത്ത തലമുറ വളരെ ഭീതിജനകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് ഉത്തരവാദി നമ്മളല്ലേ എന്നും കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു വീട്ടിന് പൂട്ടിന് 2 താക്കോലുണ്ടായിരുന്നുള്ളൂ, അച്ഛനും അമ്മയ്ക്കും. ഇന്ന് വീട്ടിന് 3 താക്കോല. ഒന്ന് മക്കൾക്കുള്ള താക്കോലുള്ള. അവർ ജോലി കഴിഞ്ഞ് വരുന്നു, അവർ വീട്ടിലിരിക്കുന്നു, വീട് അടച്ചിരിക്കുന്നു. അച്ഛൻ വഴി പോകുന്നു, അമ്മയുടെ വഴി പോകുന്നു. മക്കൾ തനിയെ ആരുമില്ലാത്തവരാവുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു, വാതിൽ അടച്ചിരിക്കുന്നു. അങ്ങനെ വേറെ ഒന്നും അവർക്കൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. രാവിലെ എണീച്ച് കുട്ടികളുമായിട്ട് സെലിബ്രേറ്റ് സമയങ്ങൾ പോലും ഇല്ല അവർക്ക്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ കുട്ടികളുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന സമയങ്ങൾ, അറ്റ്ലീസ്റ്റ് ആ ഡൈനിങ് ടൈമിലെങ്കിലും 1 മണിക്കൂറെങ്കിലും സ്വന്തം മക്കളുമായിട്ട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാനും അത് അറിഞ്ഞുകൊണ്ട് എന്തെല്ലാം ചെയ്യാം എന്നും കൂടി നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ അടുത്ത് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അതിനുള്ള സംവിധാനത്തെ 24 ചാനൽ നടത്തുന്ന എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും മുന്നോട്ട് പോകട്ടെ, ഞങ്ങളെല്ലാവരും എന്നും കൂടെ ഉണ്ടാവും. ചായയാണോ കോഫിയാണോ കഴിക്കുന്നത്? വരൂ. ഈ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നു പറയുമ്പോൾ ഈ സ്പിരിറ്റ് ഒഴുകുന്നതിനകത്ത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് പണ്ട് പിന്തുടർന്ന ഒരു കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധപ്പെടുത്തുക. കേരളത്തിൽ സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നൊരു മുതലാളി തന്നെ എന്നോട് ഒരിക്കൽ പറഞ്ഞ് അയാളുടെ കട എങ്ങനെ അവർ അടപ്പിച്ചെന്നുള്ളത്. അതായത് അവർ ആന്ധ്രാപ്രദേശിലായിരുന്നു അന്ന് ഈ സ്പിരിറ്റ് ഒഴുകി വരുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ ഈ സ്പിരിറ്റിൻ്റെ മഹാരാജാക്കന്മാരെല്ലാം കണ്ടിട്ട് പറഞ്ഞു, അവൻ്റെ പൊന്നാപുരം കോട്ട കടക്കാൻ തന്നെ ഈ ഓഫീസേഴ്സ് വളരെ പ്രയാസപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ കോട്ടയ്ക്കകത്ത് പോയിട്ട് പറഞ്ഞു, നീ നിൻ്റെ നാട്ടിൽ ഇതൊക്കെ വിതരണം ചെയ്തോണം. ഇനി ഈ കേരളത്തിലേക്ക് ഇതും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു വരവൂടെ വരും, അന്ന് നിന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ കേരളത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ട് ഇവിടെ പണി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഈ മുതലാളി വിളിച്ച് ചോദിച്ചു, ഞാൻ അടുത്ത ആഴ്ച വരട്ടോ സ്പിരിറ്റ് എടുക്കാൻ, ഇനി ഇങ്ങോട്ട് വരണ്ട, നിങ്ങളുടെ മറ്റേ ചേട്ടന്മാർ വന്നായിരുന്നു, അവന്മാർ നമ്മളെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടുപോയി ഇവിടുത്തെ പണിയും മുടങ്ങും അവിടുത്തെ പണിയും മുടങ്ങും, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്ത് അങ്ങ് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. പറ്റിയ പരിപാടിയായിരുന്നു. അതുപോലെ കർണാടകത്തിലേക്ക് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് എത്രയും പെട്ടെന്ന് പോകണം. അവിടെ കുറേ ആൾക്കാർ മലയാളികൾ ഇവിടുന്ന് പോയി ഉറവിടങ്ങളിൽ നിന്ന് സാധനം കൊണ്ടുവരുന്നുണ്ട്. രാഹുലിൻ്റെ അറിവിലേക്കായിട്ട് പറയുകയാണ്, നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പറഞ്ഞു, പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ യാത്രയ്ക്ക് 15 ദിവസങ്ങൾക്ക് ശേഷം ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ച്, അതായത് ഞങ്ങൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കും. ഇതൊരു സാധാരണ റിപ്പോർട്ടായിരിക്കും, ഇത്തിരി എക്സ്പ്ലോഡിംഗ് ആയിരിക്കും. ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രി നിലയിൽ മാത്രം കൊടുക്കുന്ന റിപ്പോർട്ടാണ്. അതിൽ ഒരുപാട് ഉറവിടങ്ങൾ, വ്യക്തികൾ, പൊതുപ്രവർത്തകർ, ഇങ്ങനെ ഈ വിതരണം ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവർ സഹായിക്കുന്ന ആളുകൾ, ഇവരുടെ എല്ലാം വിവരങ്ങൾ പറ്റുമെങ്കിൽ അവരുടെ നല്ല കളർചിത്രത്തോടൊപ്പം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് മറ്റാർക്കും ഞങ്ങൾ വിതരണം ചെയ്യില്ല. എന്നാൽ പൊതുവെയുള്ള റിപ്പോർട്ട് ഞങ്ങൾ ഈ കോൺക്ലേവിൽ വെച്ചായിരിക്കും കൊടുക്കുക. മുഖ്യമന്ത്രി ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ഞാനൊരു ലൈവ് ഇൻ്റർവ്യൂ നടത്തിയിരുന്നു ഈ യാത്ര ആരംഭിക്കുന്ന ദിവസം. അദ്ദേഹം പറഞ്ഞിരുന്നു, മെറിറ്റ് അടിസ്ഥാനത്തിൽ ഞാൻ നടപടിയെടുക്കും എന്ന്. ഞാനതിനോട് സ്വകാര്യമായിട്ടും പറഞ്ഞു, കേരളം കൈവിട്ട് പോകാതിരിക്കാൻ നമ്മൾ കോവിഡ് കാലത്തൊക്കെ അവലംബിച്ചത് എന്താണോ അതിപ്പോൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. കുറച്ച് ലേറ്റായി പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ലേറ്റായെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർക്കശമായ നടപടികൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ റിപ്പോർട്ട് കൂടെ കാണട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഗവേഷണ സംഘം, നമ്മുടെ ഒരു R&D ഇതിന് നമുക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അവർ പ്രാദേശിക ആൾക്കാരെ കാണുന്നുണ്ട്, ഈ ഉറവിടങ്ങളിലൊക്കെ ഇരുന്ന് മറിഞ്ഞിരിക്കുന്ന ചെകുത്താന്മാരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓപ്പറേഷൻ രീതികൾ, മോഡസ് ഓപ്പറാൻഡി എല്ലാം നമ്മൾ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. അതൊരു പക്ഷേ കേരളം കണ്ട ഏറ്റവും നല്ല എക്സ്പ്ലോഡിംഗ് റിപ്പോർട്ടായിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ചരിത്രത്തിൽ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ കുട്ടികളുണ്ടല്ല, ലഹരിക്കെതിരെ കൈകോർക്കാം മക്കളെ, മക്കളെ കൈയൊക്കെ ഒന്ന് ഉയർത്തിയേ. അത് ഒരു ഷോട്ട് എടുത്തേ ക്യാമറമാൻ, നല്ല മനോഹരമായൊരു ഷോട്ട്.
ആ ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ സ്കൂളിലെ അല്ലേ? ടീച്ചറിന്റെ പേരെന്താ? ഉമാദേവി HM ആണ്. അതെ, നമ്മുടെ LP സ്കൂളിലെ മുണ്ടൂർ GLP എന്നുള്ള കുട്ടികളാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ലഹരിക്കെതിരെ ഒരു ചെറിയൊരു പാട്ടും കൂടി ഉണ്ട്. എന്തായാലും ഞാനല്ല, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി LP തലത്തിൽ തൊട്ട് നമുക്ക് ഈ ലഹരിക്കെതിരെ പോരാടേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ സാറുടെ 24 നിത്യവും കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംരംഭത്തിൽ മാധ്യമപ്രവർത്തകർ മുന്നിട്ടിറങ്ങിയാൽ മാത്രമാണ് ഇതിന് ഒരു സമ്മതിയായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളൂ. അപ്പോൾ മാത്രമല്ല, ഇതിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സമന്മാരായിരിക്കണം. കുറ്റം ചെയ്യുന്നവരെല്ലാവരും സമന്മാരായിരിക്കണം. അവരെയും കൂടി ഇതേപോലെ തന്നെ സമൂഹത്തിലേക്ക് നന്നാക്കി കൊണ്ടുവരേണ്ട രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും നേരെയാണ്. കാരണം ഇതിന് ലഹരിക്കെതിരെ പോരാടാനായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളും നമ്മുടെ ജനങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് 24-നോടൊപ്പം SKN സാറോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് ചേരുന്നുണ്ട് എന്നുള്ളതും കൂടി അറിയിക്കുകയാണ്. കുട്ടികളെ ഒന്ന് വിളിക്കാം. മക്കളെ വരൂ, ഞങ്ങളൊപ്പം വന്ന എല്ലാവരും കേറി വാടാ മക്കളെ അല്ലേ? എന്നെ വിളിച്ചിട്ടുണ്ടാ പണ്ട് ഇത് വിളിച്ചത്. മക്കളെ വാ ഞങ്ങൾ ഒരു കുഞ്ഞു പാട്ട്, ലഹരിക്കെതിരായ ഒരു ഗാനം ചിട്ടപ്പെടുത്തി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റുപാടാം, കുട്ടികൾ ഏറ്റുപാടാം. വേറെ ആരാ പാടുന്നേ? ഈ മൈക്ക് കൊടുത്തരാം. അല്ല, ടീച്ചറും പിന്നെ കുട്ടികൾ പാടും അല്ലേ? വേണ്ട വേണ്ട ലഹരി വേണ്ട, വേണ്ട വേണ്ട ലഹരി വേണ്ട, സർവനാശ ലഹരി വേണ്ട, സർവനാശ ലഹരി വേണ്ട, കൂട്ടുകൂടി പാട്ടുപാടി, കൂട്ടുകൂടി പാട്ടുപാടി, ആവേശ ചുവടുവയ്ക്കാം, ആവേശ ചുവടുവയ്ക്കാം, വീടിനു നക്ഷത്രപ്പൂക്കളാകാം, വീടിനു നക്ഷത്രപ്പൂക്കളാകാം, നാടിന് നന്മതൻ ഉറവയാകാം, നാടിന് നന്മതൻ ഉറവയാകാം, മേന്മയേകുമി മർത്യജന്മം പൂരിതമാക്കാം, 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 ലഹരിയെ ത്യജിക്കണം, ലഹരിയെ ത്യജിക്കണം, അറിവിനെ വരിക്കണം, അറിവിനെ വരിക്കണം, വേണ്ട വേണ്ട ലഹരി വേണ്ട, വേണ്ട വേണ്ട ലഹരി വേണ്ട, സർവനാശ ലഹരി വേണ്ട, സർവനാശ ലഹരി വേണ്ട, വേണ്ട വേണ്ട ലഹരി വേണ്ട, വേണ്ട വേണ്ട ലഹരി വേണ്ട, സർവനാശ ലഹരി വേണ്ട, സർവനാശ ലഹരി വേണ്ട. താങ്ക് യു സാർ. പിന്നെ 2 അമ്മമാരുടെ ഒരു സങ്കടം കൂടിയിട്ട് ഇവിടെ നിന്ന് സാറോട് പറയുന്നുണ്ട്. അമ്മമാരുടെ സങ്കടോ? വരൂ പറയാനുള്ളതാണോ? ഓ അതാണ്, കുഴപ്പമില്ല, അത് നമുക്ക് താനു ഈ അമ്മയുടെ കാര്യം ഒന്ന് കേട്ടോ. ടീച്ചറല്ലേ? ഓക്കെ. ഹലോ,
അപ്പോൾ ഇതിൻ്റെ മോഹവില അറിയാമോ ടീച്ചറെ? 500 കോടിയാണ്. അല്ല നമുക്കൊരു വില ഒരു വെയിറ്റ് കിടക്കേണ്ടത്. ഭയങ്കര സന്തോഷം നേരിട്ട് കാണാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഇത്തിരി മധുരം കുറച്ച് എല്ലാ ദിവസവും ചായ കുടിക്കുന്നതിൽ മതി. ഇനി അമ്മയ്ക്ക് 2 വാക്ക് പറയണ്ട. അമ്മ 2 വാക്ക് പറയുന്നു. ആ മക്കളെ ഇറങ്ങിക്കോളൂ മക്കളെ. പതുക്കെ ഇറങ്ങണ മക്കളെ. അമ്മ 2 വാക്ക് പറയണ്ട. ഇവിടെ വരാൻ പറ്റിയതിലുള്ള സന്തോഷമാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ SKN ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് കാണണമാണോ എന്നൊക്കെ അറിയില്ല. SKN-കാളിലും പ്രായമുള്ള ആളാണ് ഞാൻ. 70. പക്ഷെ ഞാൻ കാണുന്നുണ്ട് എപ്പോഴും നമ്മൾ തമ്മിൽ എന്തുണ്ടെങ്കിലും കാണും. ഇപ്പോഴും ഞാൻ കാണുന്നത് 24 ചാനലിൽ, പിന്നെ ഫ്ലവേഴ്സിൽ എന്താ പറയുക ടോപ്പ് സിംഗർ കുട്ടികളുടെ പാട്ടിൻ്റെയും തമാശൻ്റെയും പരിപാടി അധികം കാണുക. പിന്നെ ഇപ്പോൾ SKN ചെയ്യണ ഈ യജ്ഞം വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്നതാണ്. ഞാൻ പേപ്പർ വായിച്ചിട്ടും TV കണ്ടാലും എനിക്ക് സങ്കടം വരും. അങ്ങനത്തെ പരിപാടികളാണ് എപ്പോഴും കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നിർത്തലാക്കണം. അതിന് SKN ഇങ്ങനെ മുന്നിൽ വന്നതിന് വളരെ സന്തോഷമുണ്ട്. അതെല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശരി. നമ്മളെല്ലാവരും ഒന്നാ, MLA-യും എല്ലാവരും ഒന്നാ. അതുകൊണ്ട് തന്നെ നമ്മളിത് അവസാനിപ്പിക്കും. MLA അറിയില്ലേ അമ്മയ്ക്ക്? അതെ അവിടെ ഫോട്ടോ ഉണ്ട്. ഞങ്ങളുടെ അവിടെ വലിയ ഫ്ലക്സ് മണപ്പുള്ളിക്കാവ്. സന്തോഷം. ചേട്ടാ നമ്മൾ ഇവർ രണ്ടുപേരോട് സംസാരിച്ച് നമ്മൾ ഈ ചടങ്ങ് അവസാനിപ്പിക്കേ. ഓക്കെ, ചുരുങ്ങിയ വാക്ക്. പാലക്കാട്ടിലെ രുചിയുടെ കലവറയായ ടോപ്പിൻ ടൗണിലേക്ക് ഒരു ഇഷ്ടവിഭവം തേടി എത്തിയതാണ്. പക്ഷേ അത് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതായിട്ട് അറിഞ്ഞത്. പക്ഷേ വലിയൊരു സദ്യ ഉണ്ടതുപോലെയാണ്. കുറച്ച് സമയം ഞാൻ, എൻ്റെ വൈഫ് ടീച്ചറാണ്, ഞാൻ പ്രധാനാധ്യാപകനാണ്. അപ്പോൾ നമ്മളിത് ഉദ്ദേശിച്ച് വന്നതല്ല. പക്ഷേ ഇത് ഇങ്ങനൊരു അരുത് ലഹരി എന്ന് കണ്ടപ്പോൾ ഇവിടെ ഇരുന്നത് മുഴുവൻ കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് തീരുമാനിച്ച് ഞങ്ങൾ 2 ആളും കൂടി ഇവിടെ ഇരുന്നതാണ്. സാർ, ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ലഹരിക്കെതിരെയും അതുപോലെ അക്രമത്തിനെതിരെയും. മാർച്ച് 21-ന് ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടി ഒരു കഥ പറഞ്ഞു. ഒരു കഥ സ്ഥലത്തുമ്പോൾ നിങ്ങൾ ഫ്രണ്ട് പേജിൽ കണ്ടിട്ടുണ്ടാവും, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ. പിറ്റേ ദിവസം എഡിറ്റോറിയലിലും ആ വാർത്ത ഉൾപ്പെട്ടു. അക്രമത്തിനെതിരെയുള്ള ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ സ്കൂളിലെ കഥ പറയിപ്പിച്ചാണ്. അതുപോലെ തന്നെ ഈ പത്രത്തിലും ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മൾ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ വാർത്തകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സാർക്ക് സമ്മാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രവർത്തനം അവിചാരിതമായിട്ടാണെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം തോന്നുന്നു. ശ്രീ ശ്രീകണ്ഠൻ നായർക്കും 24-ന്റെ എല്ലാ സ്റ്റാഫിനും എൻ്റെ അഭിവാദ്യങ്ങൾ. പിന്നെ ഞാൻ ഫാമിലി കൗൺസിലറാണ്. പിന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, കുഞ്ഞുകുട്ടികൾക്ക് എല്ലാവർക്കും കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഈ കൗൺസിലിംഗ് കൊടുക്കുന്നിടത്ത് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലായ ഒരു കാര്യം, കുട്ടികളുടെ ചെറുപ്പം മുതൽ കുട്ടികളെ അറിയുന്നത് അവരുടെ അമ്മമാർ കൂടുതൽ വാത്സല്യം കൊണ്ട് ഇവരുടെ പല തെറ്റുകൾക്കും അച്ഛനറിയാതെ അപ്പനറിയാതെ കൂട്ടുനിൽക്കും. പറയണ്ട, അച്ഛനോട് പറയില്ല. അവർക്ക് ആ ഒരു സേഫ്റ്റി ഫീലിംഗ് ഉള്ളതുകൊണ്ട് അമ്മ അറിയുന്ന പല കാര്യങ്ങളും അമ്മയോടും മറച്ചു വെക്കും. അടിവസ്ത്രങ്ങളിൽ പോലും പിന്നെ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് ഉപയോഗിച്ച പിള്ളേരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പം അവർക്കും പിന്നെ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അമ്മമാരാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ കാര്യത്തിൽ. അതുപോലെ തന്നെ മാതാപിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചാൽ ഉടനെ പോലീസിൽ പോയി പരാതി കൊടുത്താൽ പോലീസ് അതിന് നടപടിയെടുക്കുക. ആ മാനദണ്ഡം എല്ലാം മാറ്റണം. ജുഡീഷ്യറിയും പോലീസും ആക്റ്റീവാകണം. നമ്മൾ ഓരോ കുടുംബത്തിലെയും അമ്മമാരും സഹോദരിമാരും വളരെ കെയറായിട്ട് ഇന്നത്തെ വരുന്ന തലമുറയെ കണ്ടില്ലെങ്കിൽ ഇത് വലിയ ദുരന്തത്തിലേക്ക് വരുന്നത്. പിന്നെ പോലീസിന് അറിവ് കിട്ടുന്നതും പുറത്തു വരുന്നതായ കാര്യങ്ങൾ മാത്രമേ നിങ്ങളൊക്കെ അറിയുന്നുള്ളൂ. ഈ കൗൺസിലിങ്ങിൽ പോകുമ്പോൾ പല കുടുംബങ്ങളിലെയും അന്തരഹസ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. എനിക്കതിനെപ്പറ്റി അവിടെ ഒരു പ്രോഗ്രാം തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ,
അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിക്കുക. ഈ കിൻഡർ ജോയ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഡേഞ്ചറസാണ്. അതുപോലെ പല സ്വീറ്റ്സും നിരോധിക്കേണ്ടതുണ്ട്. ഇതൊന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കരുത്. അതുപോലെ ബേക്കറി ഐറ്റംസും വളരെ കുറയ്ക്കണം. കുട്ടികളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ മാനസികാവസ്ഥയും ശ്രദ്ധിക്കണം. വരുന്ന തലമുറ വളരെ ഡേഞ്ചറസായ ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി കഥകൾ പറയാനുണ്ട്, പക്ഷെ അതെല്ലാം ഇവിടെ പറയാൻ അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീണ്ടും എൻ്റെ അഭിവാദ്യങ്ങൾ. ഓക്കെ. ഹലോ, ഡാൻസ് കളിച്ച കുട്ടികളാരാ? വരൂ. ആമോളെ, ഒരു സന്തോഷകരമായ അറിയിപ്പുണ്ട്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കെല്ലാം ഇനി രാജുചേട്ടൻ്റെ വക ഒരു ഗിഫ്റ്റുണ്ട്. രാജുചേട്ടൻ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ രാജുചേട്ടന് അടുത്ത കാലത്ത് പണത്തോടൊരു താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് പൈസ കൊടുക്കേണ്ടെന്നുള്ളതാണ്. നമ്മളിതൊക്കെ അല്ലേ സഹായിക്കാൻ പറ്റൂ. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ 14 ജില്ലകളിലൂടെ നമ്മൾ നടത്തുന്ന യാത്രയിൽ കുറേ ആൾക്കാരെയൊക്കെ സഹായിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ സാമ്പത്തികമായിട്ടൊക്കെ അതിന് സഹായിക്കുന്നുണ്ട്. ഈ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ തന്നെ 40 ഗവൺമെൻറ് സ്കൂളുകളിൽ 40 കമ്പ്യൂട്ടർ ലാബുകൾ കൊടുക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ ജില്ലയിലും നമ്മൾ കുറേ സ്കൂളുകളിൽ അങ്ങനെ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സിംഗപ്പൂരിലേക്ക് ഒരു യാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ബെന്നി എന്ന് പറയുന്ന കൊച്ചിയിലെ മഹാമനസ്കനായ ഒരു ടൂർ ഓപ്പറേറ്ററാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംഗപ്പൂരിലേക്ക് പെട്ടെന്നൊരു യാത്ര പോകാം. പാസ്പോർട്ട് ഇല്ലെങ്കിലും നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓക്കെ, വരൂ മക്കളെ, വരൂ. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കാണോ? ഫോട്ടോ എടുക്കാം. ഓക്കെ, സംസാരിക്കണോ? ഞങ്ങൾ പാലക്കാട് ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റിലെ MBA സ്റ്റുഡൻസ് ആണ്. ഇത്രയും കയ്യടി പ്രതീക്ഷിച്ചില്ല. കാരണം പാലക്കാട് എന്ത് നടന്നാലും എന്തോ അൺഎക്സ്പെക്റ്റഡ്ലിയാണ് നമുക്ക് ഈ പ്രോഗ്രാമിന് ഒരു ഡാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പാലക്കാടിലെ ഏത് പ്രോഗ്രാമിനും ലീഡ് കോളേജിൻ്റെ സ്റ്റുഡൻസിൻ്റെ വക എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. സോ ഒരുപാട് സന്തോഷം ഇവിടെ എത്താൻ സാധിച്ചതിന്. നാളെ ഞങ്ങൾക്ക് ഇന്റേണൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് പങ്കെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ ആശിഫ് സാറിൻ്റെ വലിയ ഫാനാണ്. കാരണം നമ്മൾ ജേർണലിസം സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് വളരെ ഒരു പ്രചോദനമാണ്. സോ അതാണ് ഈ മാമിനെ കണ്ടപ്പോഴും സംസാരിക്കാൻ നിന്നതും. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. സോ ഒരുപാട് സന്തോഷം കണ്ടതിലും. ഞാനൊക്കെ രാവിലെ ഗുഡ് മോർണിംഗ് മിസ് ശ്രീകണ്ഠൻ നായർ എന്നുള്ള ആ ഒരു ശബ്ദം കേട്ട് എൻ്റെ വീട്ടിലെപ്പോഴും എൻ്റെ അച്ഛൻ ഇതായിരിക്കും വെക്കുക. അത് കേട്ട് എണീറ്റ്. സോ വെരി ഇൻസ്പിറേഷനാണ് നിങ്ങളെല്ലാവരും. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട് കാണാൻ സാധിച്ചതിൽ. ആൻഡ് ഞങ്ങളുടെ ക്ഷണിച്ചതിനും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു മക്കളെ. നമുക്ക് പടം എടുക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ആഷ്മി ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഇട്ടങ്ങ് വീട്ടിൽ കയറി ചെല്ലണം. അവരൊന്ന് ഞെട്ടണം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങ് പടം നമുക്ക് പിന്നെ എടുക്കാം പോരെ? ഓക്കെ. എല്ലാം എടുത്തോളൂ ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മളിനി ഒരു ദേശീയ ഗാനത്തോടെ നമ്മൾ ഈ പരിപാടി അതല്ല പരീക്ഷയാണല്ലോ. അപ്പോൾ ഈ പരീക്ഷയൊക്കെ നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്താൽ മതി. എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളൊക്കെ ആണെങ്കിൽ കോളേജ് ചെന്നപ്പോഴാണ് അറിഞ്ഞ പരീക്ഷ അവിടെ ഇത്രയൊക്കെ മതി. എൻ്റെ അത്രയും ടെൻഷൻ്റെ ആവശ്യം അല്ലേ? പക്ഷേ ചെറിയ പ്രോബ്ലം എന്നറിയാം. നാളെ പരീക്ഷ എന്നുള്ളത് വീട്ടിൽ കണ്ടു കാണും. അതല്ലേ? ഓ അത് ശരി. അപ്പോൾ ഇനി രാജേട്ടാ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ രാഹുൽ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ദേശീയ ഗാനം. ഒരു ചേച്ചിയുണ്ടോ? നമ്മളെ ഒരുപാട് സഹായിച്ച ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ നമ്മുടെ കുന്നിക്കോട്ട് കയറി സ്ഥലം വിട്ടു കൊടുത്തോ? അപ്പോൾ
എല്ലാം കൊടുത്തു ആ ഉണ്ണി കൊടുത്തു. അപ്പോൾ ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Thank you.